ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പുത്താടപ്പാച്ചിലിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ തിരക്കിലാണ്. പക്ഷെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരിക്കൽ കൂടി ഈ സായാഹ്നത്തിൽ എല്ലാ ദിവസവും കൂടുന്ന പോലെ പ്രത്യേകിച്ച് മനോജ് സാറിന്റെ നമ്മുടെ ജീവജലത്തെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ 10 മനോഹരമായ വാക്കുകൾ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ 10 അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ചില ഗുണങ്ങൾ കേട്ടു. അതിന്റെ തുടർച്ചയായ 10 ഗുണങ്ങളും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിന് ഇന്ന് ഈ ഉത്രാട ദിവസത്തിൽ മനോജ് സാർ നമ്മുടെ മുമ്പിൽ റെഡിയായിട്ടുണ്ട്. അപ്പം ഓണത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉത്രാട ദിനത്തിൽ പ്രിയപ്പെട്ട മനോജ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, once again getting an opportunity in our platform. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ സെഷൻ ചെയ്തുകൊണ്ടിരുന്നത് മസ്കറ്റിൽ നിന്നായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. നാട്ടിലെ ഇരുന്ന് ഇങ്ങനെ ഒരു സെഷൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഓണത്തിന്റെ ഉത്രാട ദിവസത്തിൽ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാനും നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഇതിൽ കൂടെ കാണാനും ഒരു ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു. ഈ ഉത്രാട ദിവസത്തിലും തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കണ്ടതിൽ അതിലും അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ സാബു സാറ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും വെള്ളത്തിന്റെ പല തലങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയും അതില് മസാറു ഇമോട്ടോയുടെ ദി ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ, അതിലൂടെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടു. അപ്പൊ എന്താണ് ജലത്തിന്റെ ശക്തി എന്നുള്ളത് നമ്മളൊക്കെ ഈ അറിയുന്നതും കാണുന്നതും അല്ലാത്ത അതിനപ്പുറത്തേക്കുള്ള, അതാണ് അതിന്റെ മാജിക്, അതാണ് അതിന്റെ ഹിഡൻ മാജിക്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രോസസ്സിലായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി ഞാൻ എൻ്റെ ജോലി സംബന്ധമായ രീതിയിൽ കുറച്ച് യാത്രകളിലൊക്കെ ആയിരുന്നു. ബാക്ക് ടു ഹോം. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് 1-2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച 1-2 പോയിന്റുകൾ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് തുടങ്ങാം. അതിനകത്ത് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സെഷനിലെ നമ്മുടെ മനുഷ്യന്മാരില് സ്ത്രീകളും പുരുഷന്മാരിൽ എത്ര ലിറ്റർ വെള്ളം വരെ കുടിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പല ആകാംക്ഷകളും പല ചോദ്യങ്ങളും പല ഡിസ്കഷനും ഒക്കെ ഇപ്പം നടത്തിയിരുന്നു. അപ്പൊ അതിനൊക്കെ ശാസ്ത്രീയപരമായ കുറെ തെളിവുകളും അതിനകത്തെ കുറിച്ച് കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പൊ US മയോ ക്ലിനിക് ഇങ്ങനെയുള്ള ഹെൽത്ത് കൺസേൺസിലെ മാറ്റേഴ്സിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരുപാട് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും നടത്തുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, US നാഷണൽ അക്കാഡമീസ് ഓഫ് സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ. അവരും ഒരുപാട് പണ്ട് മുതലേയുള്ള ഇങ്ങനെയുള്ള ഈ കണ്ടുപിടുത്തങ്ങളിലൊക്കെ അതിന്റെ പുതിയ സാധ്യതകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നൊക്കെയാണ് ഈ 3.7 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 125 ഔൺസ് എന്ന് US യൂണിറ്റിൽ പറയും. അതാണ് നമ്മുടെ പുരുഷന്മാർക്കും. പിന്നെ 2.7 ലിറ്റർ ഫോർ വുമൺ എന്നുള്ള ഒരു കണക്ക് ഈ മയോ ക്ലിനിക്കിന്റെ കുറെ പഠനങ്ങൾ ഞാൻ അടുത്തിടെ അതിൽ കൂടെ ഒക്കെ പോയിരുന്നു. അപ്പൊ അതൊരു തെളിവാണ്. അപ്പം ഈ 3.7 ലിറ്റർ കുടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഫാക്ടേഴ്സും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയുണ്ടായിരുന്നു. അത് പല തരത്തിലുള്ള ഫാക്ടേഴ്സും അതിനുണ്ട്. പിന്നെ രാജ്യങ്ങളുടെ തന്നെയുള്ള നമ്മുടെ ജോഗ്രഫിക്കൽ പൊസിഷൻസ് ഉണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ സ്ട്രക്ചർ വൈസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ഈ മസാറോ ഇമോട്ടോവിന്റെ പുസ്തകങ്ങളിലും അതിനെക്കുറിച്ചുള്ള അടുത്ത സെഷൻ ഞാൻ ഇപ്പൊ നമ്മുടെ സാബു സാർ പറഞ്ഞ അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ഇമോഷണൽ അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിൽ അതിനു വേണ്ടി മാത്രമായിട്ടൊരു സെഷൻ നമുക്ക് അടുത്ത ദിവസം ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ മയോ ക്ലിനിക്കിന്റെ തന്നെ 1-2 ലേഖനങ്ങളിൽ ഞാൻ കൊണ്ടൊരു കാര്യം, മനുഷ്യർ പ്രായം കൂടുന്തോറും നമ്മളുടെ എല്ലാവരുടെയും ഉള്ള ഒരു തേഴ്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ, തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ദാഹമാണല്ലോ, തേഴ്സ്റ്റ് സെന്റർ ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ തേഴ്സ്റ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ. അപ്പോൾ
പ്രായം കൂടും തോറും നമ്മുടെ ഇതിന്റെ ആക്റ്റീവ്നെസ് എപ്പോഴും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏജിനെ പോലെ ആയിരിക്കില്ല. അതിന്റെ ഈ തേഴ്സ്റ്റ് സെന്ററിന്റെ പിന്നെ പ്രവർത്തനങ്ങൾ കുറച്ച് കുറയും. അതിന്റെ സിഗ്നൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ തലാമസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രായം കൂടുന്തോറും കൂടുതൽ വെള്ളം കുടിക്കണമെന്നുള്ള ഈ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ നിലനിർത്താനുള്ള ഏറ്റവും അത്യാവശ്യം ഒരു ഘടകമാണ്. അതായത് ഹൈപ്പോ തലാമസിൽ സ്ഥിതി ചെയ്യുന്ന ഈ തേഴ്സ്റ്റ് സെന്ററിന്റെ ഫ്ലൂയിഡ് ലെവൽ എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രായം കൂടുന്തോറും നമ്മൾ സാധാരണ കുടിക്കുന്നതിനേക്കാൾ വെള്ളം കൂടുതൽ കുടിക്കണമെന്നുള്ള ഒരു പഠനവും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ അതിന്റെ ഉദാഹരണവും കഴിഞ്ഞ നമ്മുടെ സെഷനിൽ കണ്ടു. ഓമരാവാടത്തിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. 90+ ഇയേഴ്സിലും അത്ര ഹെൽത്തി ആയിട്ട് വേറൊരു അസുഖവും ഇല്ലാത്ത, ഇപ്പോഴും ഏതാണ്ട് ഈ പറയുന്ന കണക്കിനേക്കാൾ ഒരുപക്ഷെ ആ അമ്മ 2.7 ലിറ്ററേക്കാളും കൂടുതൽ വെള്ളം കുടിക്കുന്നതെന്നാണ് ഓമനവാടം പറഞ്ഞത്. അപ്പൊ അതൊക്കെ വളരെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലിവിങ് എക്സാമ്പിൾസ് ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ച ആ 10 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് ആണ് അടുത്ത 10 പോയിന്റുകൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ once again, welcome to this session called the hidden messages in water. This is the second portion. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലെ 10 പോയിന്റുകൾ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയും അതിന്റെയൊക്കെ ഗുണഗണങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പോകുന്ന അടുത്ത 10 പോയിന്റിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മസാറു ഇമാട്ടോ എന്ന് പറയുന്ന ആളിന്റെ ഒരുപാട് പഠനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ വെള്ളത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഹിഡൻ മെസ്സേജ് ഇൻ വാട്ടർ എന്ന ബുക്കിൽ വളരെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേറെ ഒരുപാട് ബുക്കുകൾ ഇത് എഴുതിയിട്ടുണ്ട്. ഇന്ന് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സബ്ജക്ട്, 20 ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതിന്റെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ന്യൂട്രീഷണൽ പോയിന്റ്സ്. അപ്പോൾ അടുത്ത 10 പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 10 പോയിന്റുകളായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന 11 തൊട്ട് 20 വരെയുള്ള പോയിന്റുകളിലെ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോകുന്നതിന് മുന്നേ ഈ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റിന്റെ ഒരു ആകെ ശതമാനം കൊടുത്തിട്ടുണ്ട്. ഇൻ മെൻ ആൻഡ് വുമൻ 65% അപ് ടു 65% ബോഡി കണ്ടന്റ് ആണ്. ലേഡീസിന്റെ ബോഡി കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനുള്ള ജലത്തിന്റെ അളവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെയിൻ തുടങ്ങി കിഡ്നീസ്, ലങ്സ്, ഐസ്, കണ്ണുകൾക്കാണ് ഏറ്റവും കൂടുതൽ ജലത്തിന്റെ ആവശ്യമുള്ളത്. നമുക്ക് ഇത് നോക്കിയാൽ അറിയാം. ഹാർട്ട്, മസിൽസ്. അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന ഒരു ഘടകം. അപ്പൊ ഇതാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കേണ്ട ഈ പറയുന്ന കണക്കുകളൊക്കെ പ്രകാരം നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ നിലനിർത്താൻ വേണ്ട വാട്ടർ പെർസെൻറ്റേജ്, മനുഷ്യരിൽ വേണ്ട വാട്ടർ പെർസെൻറ്റേജ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം 10 പോയിന്റ് സംസാരിച്ചത്. ഇന്നും ഈ ദിവസത്തെ ചർച്ച തുടരുന്നു. ഈ 11 ഇന്നത്തെ നമ്പർ 1 പോയിന്റ് എന്താണ് വെള്ളം നമ്മൾ കുടിക്കുന്നതുകൊണ്ടുള്ള 11ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ്സ് അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിലൊക്കെ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിനെ നിലനിർത്താനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും വാട്ടർ കണ്ടന്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ അതിനകത്ത് കാണാം നമ്മുടെ വാട്ടർ ലിമിറ്റ് ചേഞ്ച് ഇൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബോഡി ടെമ്പറേച്ചറും റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ശരിക്കായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമുക്ക് ഇല്ലെങ്കിൽ, ഈ ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് ലോസിന്
സംഭവിച്ചതിന് ശേഷം നമ്മുടെ ബോഡിക്ക് ആ ടെമ്പറേച്ചർ നിലനിർത്താൻ സാധിക്കില്ല. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന അതാണ് നമ്മുടെ ഈ ഹീറ്റ് ലോസ്, ഹീറ്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു കണ്ടീഷനാണ്. അതായത് ഹീറ്റ് എക്സോഷൻ ആണ്, ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും. ചില ഉഷ്ണരാജ്യങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. അതുപോലെ നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴും ഈ പറയുന്നതായിട്ടുള്ള നമ്മളുടെ ഈ ഹീറ്റ് നമുക്ക് ലോസസ് വരാം. അതാണ് ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇവോപ്പറേഷൻ, പിന്നെ റേഡിയേഷൻ. അപ്പൊ ഇത്രയും ഈ ശതമാനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് ലോസ് ഉണ്ട്. അപ്പൊ അത് തിരിച്ച് നമുക്ക് ബോഡിക്ക് വേണ്ട ആ ഹീറ്റ് ടെമ്പറേച്ചറും നമുക്ക് നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രേഷനിൽ കൂടിയാണ്, വാട്ടർ ഇൻടേക്കിൽ കൂടിയാണ്. അപ്പോൾ അതാണ് ഈ ഇന്നത്തെ 11ാമത്തെ പോയിന്റ്. സോ വാട്ടർ റെഗുലേറ്റ്സ് അവർ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സബ്ജക്ട് പറഞ്ഞതിൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വെള്ളം കുടിക്കേണ്ട കണക്കാണല്ലോ ഈ പറയുന്നത്, ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യാത്ത ഒരാള് അയാൾക്ക് വേണ്ട പിന്നെ വെള്ളത്തിന്റെ അളവാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ബോഡി വെയിറ്റ്, അത് പൗണ്ടിലാകാം അല്ലെങ്കിൽ കിലോഗ്രാമിലാകാം. ഡിവൈഡ് ബൈ 2 ഈക്വൽസ് ദ ഇൻടേക്ക് ഇൻ ഫ്ലൂയിഡ് ഇൻ ഔൺസസ്. ഇതൊരു US-ലെ മെട്രിക്സിലാണ് ഈ പറയുന്ന കാൽക്കുലേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ ഇത് കൺവേർഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഫാക്ടറും കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ ബൈ 29.6 ഫോർ നമ്പേഴ്സ് ഇൻ മില്ലി ലിറ്റേഴ്സ്. നമുക്ക് എത്ര ml കുടിക്കാൻ എന്ന് അറിയുന്ന ഈ കണക്കിൽ കൊണ്ടാണ്. അപ്പം എക്സസൈസ് ചെയ്യാത്ത ഒരാളിന്റെ ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ് ഈ ഒരു നമ്മൾ BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മനുഷ്യന് വേണ്ട വെള്ളം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, എഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ജോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മുടെ പിന്നെ ബോഡിയിലുള്ള ഓരോരുത്തർക്കുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഇതിനകത്ത് ഈ ഇക്വേഷൻ നോക്കിയാൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. അതെന്താണ്? ബോഡി വെയിറ്റ് ഡിവൈഡ് ബൈ 2 പ്ലസ് ഒരു വാട്ടർ ലോസ്. അതാണ് നേരത്തെ കാണിച്ച നമ്മുടെ പിന്നെ സ്ലൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ വാട്ടർ ലോസ് കൂടെ കണക്കാക്കി വേണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. ഈ പൗണ്ടും നമ്മുടെ പിന്നെ കിലോഗ്രാമായിട്ടൊക്കെ ഉള്ള കൺവേർഷൻ ഉണ്ട്. അപ്പം 0.45 kg ആണ് 1 ഔൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺവെൻഷനും നമുക്ക് നടത്തി നമുക്ക് ഔൺസ് എന്ന് പറയുന്ന കാൽക്കുലേഷനിലും നമ്മൾ ചെയ്തിട്ട് അതിനെ വീണ്ടും മില്ലി ലിറ്റർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു വാട്ടർ ഇൻടേക്ക്, ഹൈഡ്രേഷന് സഹായിക്കുന്ന ഒരു വാട്ടർ ഇൻടേക്കിന്റെ ഒരു ഈ പറഞ്ഞതും ഈ മയോ ക്ലിനിക്കിന്റെ ഒരു കാൽക്കുലേഷനിൽപ്പെട്ട ഒരാളുടെ ബോഡിക്ക് വേണ്ട വാട്ടർ ഇൻടേക്ക് ആണ് ഈ കാണുന്ന ഇൻഡെക്സിൽ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് സോ വാട്ടർ പ്രൊവൈഡ്സ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ആർ അയണൈസ്ഡ് ഓർ അയണൈസബിൾ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് എ ലിവിങ് സെൽ. നമ്മുടെ ബോഡിയിലെല്ലാം ലിവിങ് സെൽസ് ആണ്. in the living cells, blood or other organic matter and are essential for basic life function. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലാണ്. എന്താണ് ആ ഇലക്ട്രോലൈറ്റ്സിലെ? സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, മെഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫേറ്റ്, ബൈകാർബണേറ്റ്സ്. ഇത്രയും ഇലക്ട്രോലൈറ്റ്സ് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും ഒന്ന് അതിൻ്റെതായ രീതിയിൽ കൂടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ഇലക്ട്രോലൈറ്റ്സ് ശരിക്കും വേണം. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പടത്തിൽ അത് വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുമുണ്ട്. എന്തൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ഏതൊക്കെ ഓർഗൻസിനെയാണ് അത് അതിന് അത്യാവശ്യം വേണ്ട ആ ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയപ്പോൾ ക്ലോറൈഡ്, അത് ക്ലോറൈഡിന്റെ ലെവലുണ്ട്, സോഡിയത്തിന്റെ ലെവലുണ്ട്. അപ്പൊ സോഡിയത്തിന്റെ ലെവൽ എന്താണ്? നമുക്ക് നമ്മുടെ റെഗുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ അതിന് സോഡിയം അത്യാവശ്യമാണ്. പിന്നെ ബൈകാർബണേറ്റ് ഉണ്ട്, അത് ഡൈജഷന് വളരെ അത്യാവശ്യമാണ് ബൈകാർബണേറ്റ്. സൾഫേറ്റ് ഉണ്ട്, റെഗുലേഷൻ ഓഫ് ഇന്റൻഷണൽ പെർസിസ്റ്റൻസ്. അതുപോലെ തന്നെ അതുപോലെ കാൽസ്യം ഉണ്ട്, കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ റൈറ്റ് സൈഡിൽ കാണാം. ഇതിന്റെ ഒക്കെ കണ്ടില്ലേ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് കാൽസ്യത്തിന്റെ? ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ഉണ്ട്,
ഈവൻ സിലിക്ക ഡയോക്സൈഡ് ആണ് അത് ആ രീതിയിലാണ് നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ളത്. അത് ബോൺ ഡെവലപ്മെന്റിന് ആവശ്യമാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇപ്പം ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ജലത്തിലുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇത് കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ സമർത്ഥമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലാണ്, ഇതിന്റെ നല്ല ഫോമിങ്. അപ്പം ഇതിന് വേറൊരു വേരിയേഷൻ ഉണ്ട്. ഈ നമ്മൾ കുടിക്കുന്ന ശുദ്ധജലത്തിൽ പല സ്ഥലങ്ങളിലെയും അല്ലെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈയിൽ കിട്ടുന്ന വെള്ളത്തിലെല്ലാം ഇതെല്ലാം ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സിന്റെ കമ്പോണൻസ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന കമ്പോണൻസിനെ എല്ലാം കൂടെ ചേർത്ത് വാട്ടർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റിലൊക്കെ പറയുന്ന വേർഡാണ് TDS, ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ്. ഈ പറയുന്ന എല്ലാം ഡിസോൾഡ് ആയിട്ട് വെള്ളത്തിലുണ്ട്, അതിന്റെ നല്ല ഫോമിൽ. അത് 500 milligrams per liter വരെ വെള്ളത്തിലാകാം എന്ന് WHO വരെ പറയുന്നുണ്ട്. 500 to 800 വരെ അതിന്റെ TDS ലെവല് ആകാമെന്നാണ് WHO പറയുന്നത്. അപ്പൊ അതിലുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്, അതാണല്ലോ ഉപ്പ്. അപ്പൊ അതിന്റെ വേരിയേഷൻസ് വരുന്ന, അപ്പൊ കടൽ വെള്ളത്തിലൊക്കെ ഇത് ധാരാളമുണ്ട്. പക്ഷെ മിനിമം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഒരു 500 milligrams ഉള്ള പെർ ലിറ്റർ ഉള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ആ കുടിക്കുന്ന ജലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഓരോ സ്ഥലത്തെയും ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ ക്വാണ്ടിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. അത് ശുദ്ധജലത്തിന്റെ ട്രീറ്റ്മെന്റ് അതായത് സ്ഥലങ്ങളിലുള്ള ജലാശയങ്ങളിലെ ഈ പറയുന്ന ഇതിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ കണ്ടന്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്കത് കൂടുതൽ കിട്ടുക. പക്ഷെ ഇതാണ് അത്, ഇലക്ട്രോലൈറ്റ്സ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ഇതിനകത്ത് ഡിസോൾഡ് ആണ്. അത് നല്ല ശുദ്ധജലത്തിൽ ഏറ്റവും സമർത്ഥമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രോലൈറ്റ്സും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന 13ാമത്തെ സബ്ജക്റ്റ് ആണ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ഓർഗൻ ടിഷ്യൂസ്. നമ്മുടെ ശരീരത്തിലെ എന്തോരം തരത്തിലുള്ള ടിഷ്യൂസ് ആണ്, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്രിയേറ്റിംഗ് ദി ബോഡി. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ 66% നമ്മുടെ ടോട്ടൽ ബോഡി വാട്ടർ TBW എന്ന് പറയും, 66%. ദാറ്റ് ഈസ് ഇൻ ദി നമ്മുടെ ഇൻട്രാ സെല്ലുലർ ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റിൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ 66% വെള്ളം. ഇനി ഈ റൈറ്റ് സൈഡിലെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അത് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇനി 90% ഓഫ് ദിസ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ബീങ് localized inside the cells of high water density organs such as brains, lungs, kidney, liver, muscles and skin. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം നമ്മുടെ ബോഡിയിലുള്ളത്. 90% ഓഫ് ദ ഇൻട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഇരിക്കുന്ന ഇതാണ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. ബാക്കി 10% ഉള്ളൂ നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് വേണ്ട. ഇതിന്റെയും ഒരു ഇലിസ്ട്രേഷൻ ഞാൻ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പൊ റൈറ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ട് കാണാം, നമ്മുടെ ബ്രെയിനിന് കിഡ്സ് ചെയ്ത് 80 to 85% വരെ വെള്ളത്തിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, 75 to 80% ഈസ് ദ ഹാർട്ട് ആൻഡ് ലങ്സ് ഈസ് വാട്ടർ അഗെയിൻ. ഓക്കെ, ദെൻ 70 to 75% സ്കിൻ, ലിവർ ആൻഡ് മസിൽസ്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട 100%ന്റെ ബാക്കിയുള്ള പെർസെൻറ്റേജ് വെച്ചാണ് ഓരോ ഓർഗൻസിലേക്കുമുള്ള വാട്ടർ കണ്ടന്റിന്റെ പിന്നെ സാന്നിധ്യമാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചത്. അപ്പോൾ റെഗുലറായിട്ടുള്ള ഈ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഓർഗൻസിനെല്ലാം ഉള്ള പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഇതാണ് ഏറ്റവും വെള്ളം കുടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല, ഇറ്റ് ഫ്ലഷസ് ബാക്ടീരിയ ഫ്രം അവർ ഇന്റേണൽ സിസ്റ്റം, എസ്പെഷ്യലി ഫ്രം ദ ബ്ലാഡർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ പിന്നെ ഒരു ഫങ്ഷൻ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എക്സ്ട്രാ വേസ്റ്റുകൾ, അപ്പൊ അതെല്ലാം മാറുന്നതും ഒക്കെ പിന്നെ ഈ വെള്ളം കുടിക്കുന്നുണ്ടാണ്. അതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖം വരുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ
അതിന് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതിനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാൻ കാരണവും നമ്മുടെ ശരിക്കുമുള്ള ബ്ലാഡറിൽ ഉണ്ടാവുന്ന ഈ യൂറിനിൽ കൂടെ നമുക്ക് ഉണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് അടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ബാധിക്കുന്നത് ഇതാണ്. അപ്പം ഈ ബാക്ടീരിയ നമുക്ക് ഗുണമുള്ള ബാക്ടീരിയ ഉണ്ട്, നമ്മളെ അഫക്ട് ചെയ്യുന്ന ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ബാക്ടീരിയ. അപ്പൊ ഈ ബാക്ടീരിയ ഒക്കെ ഫ്ലഷ് ചെയ്യണമെങ്കിൽ ധാരാളം പിന്നെ ഈ വാട്ടർ ഇൻടേക്ക് വേണം. അതുകൊണ്ടാണ് ഈ സ്ത്രീകളിലാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. 60% ആൾക്കാർക്കും കൂടുതൽ അത് എസ്പെഷ്യലി ഇൻ വിമൻ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പഠിത്തം നടത്തിയപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ബാക്ടീരിയ ഈ കൂടുതൽ വെള്ളം കുടിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന അസുഖം വന്നത് കുറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി UTI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ഈ പറയുന്ന അസുഖം അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ട് പലരും അനുഭവിക്കാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രമേ ഇത് പോകത്തുള്ളൂ. കാര്യം വെള്ളത്തിന് മാത്രമേ ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്പോർട്ടറാണ് ആക്ച്വലി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും. അപ്പം ഈ യൂറിനറി ട്രാക്ട് റിലേറ്റഡ് അസുഖമുള്ളവർക്കൊക്കെ എപ്പോഴും അത് റെഗുലറായിട്ട് വരുന്ന ഒരു ചില ആൾക്കാരിൽ അത് കാണുന്നുണ്ട്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് പുറത്ത് തള്ളാനുള്ള ഏറ്റവും നല്ല മാർഗവും വെള്ളക്കുടിയിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇറ്റ് ഈസ്, ഇറ്റ് ഇംപ്രൂവ്സ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ കോംപ്ലക്സ് കളക്ഷൻ ഓഫ് ഓൾ സെൽസ്. നമ്മുടെ ടിഷ്യൂസ് ഉണ്ട്, നമ്മുടെ അതുപോലെ അതിനകത്തെ മോളിക്യൂൾസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിനെ നമ്മുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിലും ഈ പറയുന്ന വാട്ടർ കണ്ടന്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, അവർ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ദി സർക്കുലേറ്ററി സിസ്റ്റം ആണ് ബോഡിയിൽ എല്ലായ്പ്പോഴും. അതാണ് നമ്മുടെ ഈ ഇൻക്ലൂഡിങ് ബ്ലഡ് സർക്കുലേഷൻ പോലും ഒരു സർക്കുലേഷൻ സിസ്റ്റം ആണ്. സോ അവർ ഇമ്മ്യൂൺ ഈസ് ഓൺ ദി സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ഫോർ ഡെലിവറി ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ന്യൂട്രിയൻസും പിന്നെ ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പോലും ഒരുപക്ഷെ സാധിക്കുന്നതും. അതിൽ കൂടെ ഈ പറയുന്ന നല്ല ന്യൂട്രിയൻസിന്റെ ഒക്കെ ഗുണങ്ങൾ ശരീരത്തിന്റെ അതാത് ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടർ കൂടിയാണ്. സോ ഹൈഡ്രേഷൻ ഇസ് ദ കീ കമ്പോണന്റ് ഫോർ ബോത്ത് സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. അങ്ങനെയും നമുക്ക് പറയാം. അത് മേഡ് ഓഫ് മോസ്റ്റ്ലി ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പോലും നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിന്റെ എല്ലാ തരത്തിലുള്ള ഫങ്ഷനും ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് മാത്രമേ അതിന്റെ ഒരു പൂർണ്ണമായ രീതിയിൽ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അടുത്തത് ഇതാണ് വേറെ ഈ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉള്ളവർക്ക് പൊതുവേ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ തീരെ കുറച്ച് വെള്ളം കുടിക്കുന്നവരാണ്. അങ്ങനെ ഒരു സ്റ്റഡീസ് പറയുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അഗൻസ്റ്റ് ദ ഡിസീസ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണല്ലോ, മൂഡ് സ്വിംഗ് ഉള്ളവർ, മൂഡ് ഡിസോർഡർ. ഡിപ്രഷൻ ഈസ് എ മൂഡ് ഡിസോർഡർ ദാറ്റ് കോസസ് പെർസിസ്റ്റന്റ് ഫീലിംഗ്സ് ഓഫ് സാഡ്നെസ്. അവർക്കൊക്കെയും ദുഃഖം ഒക്കെ തോന്നി. അപ്പം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം. സോ ഡ്രിങ്കിങ് വാട്ടർ ഇസ് ഗുഡ് ഫോർ വൺസ് മെന്റൽ ഹെൽത്ത്. അതിനെയാണ് ഏറ്റവും നല്ല രീതിയിൽ മെന്റൽ ഹെൽത്തിനെയും നമുക്ക് ശരിയായ രീതിയിൽ നമുക്കുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടാണ്ട് ഇറ്റ് പ്രൊമോട്ട്സ് ബ്രെയിൻ ഫങ്ഷൻ ബൈ ഫെസിലിറ്റേറ്റിംഗ് സിഗ്നലിംഗ് റൂട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെയിനിന്റെ ഹൈപ്പോതലാമസിലെ ഈ സിഗ്നലിംഗ് റൂട്ട്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല സിഗ്നൽ, അതൊരു മീഡിയമാണ്, അതിൽ കിട്ടുക. അപ്പൊ അങ്ങനെയാണ് ഈ ബ്രെയിൻ ഫങ്ഷനെ പ്രത്യേകിച്ചും ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് സപ്ലൈസ് ന്യൂട്രീഷൻ സപ്ലൈ ടു ദ ബ്രെയിൻ, അതും ഇതിന്റെ ഗുണമാണ്. ഞാൻ അടുത്ത പറഞ്ഞ റെഡ് പോയിന്റ് ഇട്ടിരിക്കുന്ന പോലും അതാണ്. ഇറ്റ് റിമൂവ്സ് ടോക്സിൻസ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഇൻഡിക്കേറ്റേഴ്സ്.
അതും വലിയൊരു ഒരു ഘടകമാണ്. പ്രൊവൈഡിങ് എനർജി സോഴ്സസ് ഫോർ ദി ബ്രെയിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ജലത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിപ്രഷനെ മാറ്റാനുള്ളവർക്ക് ഒരു പക്ഷേ അവരൊക്കെ കൂടുതൽ അഡ്വൈസ് ചെയ്യേണ്ടത് കൂടുതൽ ശുദ്ധജലം കുടിക്കുക എന്നുള്ളത് ഒരു അഡ്വൈസ് ആയിരിക്കും. പ്രത്യേകിച്ച് സാബു സാറിനെ പോലെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഡിപ്രഷനൊക്കെ സാറിനെ പോലുള്ളവരെ അല്ലെങ്കിൽ പലരും നമ്മൾ ഈ പറയുന്ന ഇതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഉലകന്നാൻ സാറിനൊക്കെയും ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നവർക്ക്. അപ്പൊ ഡിപ്രഷൻ വരുന്നിട്ടുള്ള കേസുകളിലൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഈ വാട്ടർ ഇൻടേക്കിന്റെ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവർക്ക് ആ ഡിപ്രഷനെ ഒരുപക്ഷെ മെഡിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ രീതികളൊക്കെയും കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. സോ ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ഫൈറ്റിംഗ് ദി ഡിപ്രഷൻ ഇതൊരു നല്ല മാർഗമാണ്. കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പറ്റുമ്പോഴൊക്കെ ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നത് ഇതിനൊരു നല്ല ഒരു ഇതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഐ ഡോണ്ട് നോ വെർ ഇറ്റ് വിൽ. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ ഓഡിയോ സാബു സാറേ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. ഓക്കെ, സോ ഐ തിങ്ക് സംതിങ് ഈസ് ഷെയർ ചെയ്യുന്നതിനകത്ത് സൗണ്ട് കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ സാർ, ഞാൻ രണ്ടാമത് കേൾപ്പിക്കാം. സോ ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് നൗ. അപ്പോൾ അടുത്തത് the next point is it helps prevent and treat headaches. തലവേദനയ്ക്കും എന്താണ് ഈ മൂഡ് സ്വിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തലവേദന വരുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഭയങ്കര ആശ്വാസം ഉണ്ടാവും. നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പല കാര്യങ്ങളും ഈ നമ്മളെ അലട്ടുന്ന പല കാര്യങ്ങളും കൊണ്ടാണ് തലവേദന വരുന്നത്. മാനസികമായും ശാരീരികമായും ഒക്കെ തലവേദന വരാം. അപ്പോൾ തലവേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വരാം. പിന്നെ ഇത് മൈഗ്രെയിൻ ഉള്ള സ്ത്രീകളിൽ ഇതിന്റെ ഒരു പഠനവും നടത്തി. മൈഗ്രെയിൻസ് ഉള്ള സ്ത്രീകളിൽ പഠനം നടത്തിയപ്പോൾ എന്താണ് 2.7 ലിറ്റേഴ്സ് വെള്ളമാണ് സ്ത്രീകൾക്ക് കുടിക്കണമെന്നാണ് കണക്കുകൾ പറയുന്നത്. മയോ ക്ലിനിക്ക് പോലും അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഈ മൈഗ്രെയിന്റെ അളവ് കുറവായിരുന്നെന്ന് അവരുടെ തന്നെ ഒരു പഠനം പറയുന്നു. അപ്പൊ ഈ 2 ലിറ്ററിനേക്കാളും കുറച്ച് കുടിച്ചിട്ടുള്ളവർക്ക് ഈ രോഗത്തിൽ നിന്ന് ഉള്ള എന്താണ് അതിനെ ട്രീറ്റ് ചെയ്തപ്പോഴും അതിന് ഒരുപാട് സ്ലോ ആയിട്ടുണ്ട്. അവർക്ക് ആ മെഡിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തപ്പോൾ ആ അസുഖത്തിൽ നിന്ന് മാറാനുള്ള പിന്നെ ഡിലേ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കണക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞത്. തലവേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എത്രയും വെള്ളം കുടിക്കുക അത്രയും വെള്ളം. ഇൻക്ലൂഡിങ് നമ്മുടെ എന്താണ് ഹാർട്ട് അറ്റാക്കിനെ പോലും നമ്മൾ സഹായിക്കുന്ന ഈ നമുക്ക് പലതരത്തിലുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും പല നമുക്ക് അസ്വസ്ഥതകൾ തോന്നാറുണ്ട്. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്നത് വെള്ളം കാറിൽ വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ടിപ്പുകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ഒരു കണക്കാണ് പറയുന്നത്. ഈ വാട്ടർ ക്യാൻ പ്രിവെന്റ് ആൻഡ് ഓൾസോ ഹെഡേക്ക്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് ഈ മൈഗ്രെയിൻ ഉള്ളവർക്കുള്ള വലിയ പ്രശ്നം രാവിലെ ഒക്കെ ആയിരിക്കും, കൂടുതൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന അതേ പടിക്ക് തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അസുഖമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരു ട്രീറ്റ് ചെയ്യാനും കൂടെ പറ്റിയൊരു ഇതാണ് റെഗുലർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ. പിന്നെ ഈ ഹെഡേക്കിന് വേറെ കുറെ പല റെമഡീസും പറയാറുണ്ട്. മാഗ്നീഷ്യം റിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഈ അതിന്റെ ഓയിലൊക്കെ ഉണ്ട്, ബേസിൽ ഓയിലിന്റെ, പെപ്പർമീൻറ്റ് ഓയിൽ, ജിഞ്ചർ ടീ, ഇതെല്ലാം ലിക്വിഡുമായിട്ടും വെള്ളമായിട്ടും ബന്ധമുള്ളതാണ്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, വിറ്റാമിൻ B12 സപ്ലിമെന്റ് ആണെന്നും ക്ലിനിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹെഡേക്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ വെള്ളത്തിനും കഴിയുക എന്നുള്ളത് പഠനങ്ങളിൽ കൂടി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 18, ഇറ്റ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ടിവിറ്റി നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായോ
മറ്റുള്ള തരത്തിലോ എല്ലാമായിട്ടുള്ളതിനാണ് ആകെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ വൺ സ്റ്റഡി ബൈ ദി അമേരിക്കൻ കോളേജ് ഓഫ് ന്യൂട്രീഷൻ found that dehydration can adversely affect worker productivity, safety and morale. അവർ അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്കറുടെ പ്രൊഡക്ടിവിറ്റി കുറയും വെള്ളം കുടിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു 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 അപ്രൂവ്ഡ് ഓർഗനൈസേഷൻ ആണ് ഈ ഒഷ എന്ന് പറയുന്നത്. ഒഷാസ്, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അവരും റെക്കമെൻഡ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും ചൂട് കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ വെളിയിൽ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ ഏറ്റ് പണിയെടുക്കുന്നവർക്ക് പോലും ഈ ഇതിനു വേണ്ടിയുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് 250 ml എവറി 20 minutes. കാര്യം അവർ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അവിടുത്തെ ഈ സമ്മർ സീസണിൽ വരുമ്പോൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പോലും അവിടെ ജോലി നിർത്തിവെക്കാറുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റുമാണ്. കാര്യം അപ്പോഴാണ് സൂര്യന്റെ ഏറ്റവും ഈ തരത്തിലുള്ള റേഡിയേഷനും ബാക്കിയുള്ള UV റേസിന്റെ ഒക്കെ സാധ്യത. അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു മാർഗം, ഇഫ് സംബഡി ഈസ് വർക്കിംഗ് എക്സ്റ്റേണൽ ജോബ് ഔട്ട്സൈഡിൽ, ഒരു എവറി 20 minutes ഡ്രിങ്ക് 250 ml ഓഫ് വാട്ടർ. കാര്യം അത്രമാത്രം പിന്നെ ബോഡിയിൽ നിന്ന് വെള്ളം നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് ഈ വർക്കറിന്റെ പ്രൊഡക്ടിവിറ്റിയും കൂടും. അപ്പൊ അയാളുടെ ആ പ്രൊഡക്ടിവിറ്റി ലെവലും പിന്നെ ബാക്കിയുള്ള ഫിസിക്കൽ ഒരു സ്റ്റേറ്റ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അടുത്തത് മസിൽസ് ഗ്രോത്ത് ആണ്. മസിൽസ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെയും പലപ്പോഴും തോന്നാറുണ്ട് ഈ മസിൽ എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് മാത്രം വേണ്ട ഒരു കാര്യമാണോ എന്ന് ആയിരിക്കും നമ്മൾ പലരും ചെയ്യുന്നത്. അങ്ങനെയല്ല. മസിൽസിന്റെ പിന്നെ സ്ട്രെങ്ത് എല്ലാവരും പ്രായ വ്യത്യാസം അനുസരിച്ച് തന്നെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഈ മസിൽസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിനും അപാരമായ കഴിവുണ്ട്. വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന്റെ മൂവ്മെന്റ് അടക്കം നമുക്ക് പലതിനും സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഇംപ്രൂവ് മസിൽ ഗ്രോത്ത്, ആക്ടിങ് ആസ് എ സിഗ്നൽ ദാറ്റ് ട്രിഗേഴ്സ് മസിൽ സെൽ ഗ്രോത്ത്. അതിനകത്തുള്ള സെല്ലിനെ എല്ലാം ട്രിഗർ ചെയ്യുന്നത് വെള്ളത്തിന്റെ ഇൻടേക്ക് കൊണ്ട് മാത്രമാണ്. അതെല്ലാം ഈ പറഞ്ഞ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ സ്ട്രക്ചറും ഒക്കെയും ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷന് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാനും ഇതിനൊക്കെ നമുക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്തതാണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വാട്ടർ പ്രൊട്ടക്ട്സ് ജോയിന്റ്സ്. നമ്മുടെ കാണുന്ന ജോയിന്റുകളിലെല്ലാം ഈ റൈറ്റ് സൈഡിൽ എന്റെ ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ജോയിന്റുകളുടെ ഒക്കെ ഫങ്ഷൻ ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ജലം. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ there are 3 different kinds of joints depending on the type of tissue. അതാണ് നമ്മൾ ഫൈബ്രസ് എന്ന് പറയും, റബ്ബറി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സൈനോവിൽ. അപ്പോൾ ഈ സിനോവിയൽ എന്ന് പറയാം, സൈനോവിയൽ എന്ന് പറയാം. അത് മെംബ്രെയിൻസ് ആണ്. അപ്പൊ നമ്മുടെ ജോയിന്റ്സിനൊക്കെ ഈ പറയുന്ന 3 തരത്തിലുള്ള ജോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സിനോവിയൽ ജോയിന്റ്സ് ആർ കൺസിഡേർഡ് the main functional joints of the body and include freely mobile joints such as knee, hip, elbow. നമ്മുടെ ഈ മുട്ടുകളില്, ഹിപ്പില്, എൽബോയിലൊക്കെ ഈ പറയുന്ന ജോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പം അഡിക്വേറ്റ് ഹൈഡ്രേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊഡ്യൂസ് സൈനുവൽ ഫ്ലൂയിഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ജോയിന്റ്സ്. അതാണ് ഈ പറയുന്ന നമ്മുടെ ജോയിന്റ്സിലുള്ള നമ്മുടെ വെള്ളത്തിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ പുഷൻ. പലപ്പോഴും പലർക്കും ഉള്ള അസുഖമൊക്കെയാണ്, പ്രത്യേകിച്ചും കാലുകളുടെ ഈ മുട്ടുകൾക്ക് തേയ്മാനം ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് ലെവൽ കുറയുമ്പോഴാണ് ഈ പറയുന്ന ഈ നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഈ ബോൺ ടു ബോൺ ജോയിന്റുകളിലൊക്കെ ഫ്ലൂയിഡ് കണ്ടന്റ് കുറയുമ്പോൾ അപ്പോഴാണ് കൂടുതൽ പെയിനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു ഷോക്ക് അബ്സോർബിങ് മാതിരി പോലെയാണ് ശരിക്കും ഈ ഫ്ലൂയിഡ് നമ്മുടെ ജോയിന്റ്സിൽ. അപ്പൊ ഏറ്റവും അത് നിലനിർത്താനായിട്ട് വെള്ളത്തിന്റെ ഒരു ഇൻടേക്ക് കൊണ്ട് മാത്രമേ ഈ നമുക്ക് പറയുന്ന ഈ ഫ്ലൂയിഡ് ജോയിന്റിന്റെ ഇന്ററാക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും പിന്നെ ജോയിന്റുകളുള്ള നമ്മുടെ ബോഡിയിൽ മെയിനായിട്ടുള്ള സ്ട്രക്ചറാണ് റൈറ്റ് സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ആധാരം നമുക്ക് നമ്മുടെ ബോണുകളെയൊക്കെ അതിൻ്റെതായിട്ടുള്ള സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടുണ്ട്. ഈ പറയുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള
പ്രൊട്ടക്ഷനും ജലം ശരിയായ രീതിയിൽ കുടിക്കുന്നതുകൊണ്ടും ശുദ്ധജലം കുടിക്കുന്നതുകൊണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 പോയിന്റ് കവർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ തുടങ്ങി പറഞ്ഞ 20 പോയിന്റുകളിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് ജലത്തിന് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതകൾ എന്തായിരുന്നു, അത് ഓരോ തലത്തിൽ ഓരോ ഓർഗനിലും അത് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നും പ്രിവെന്റ് ചെയ്യുന്നുണ്ടെന്നും അതിന്റെ ആക്ഷൻ എന്താണെന്നും ഒക്കെ ഈ 20 പോയിന്റിൽ കൂടി ചെറിയ രീതിയിലാണെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഈ അടുത്ത ക്ലാസ്സുകളിലും ഇതിനെ കുറിച്ചുള്ള മറ്റു സാബു സാർ എപ്പോഴും പറയാറുണ്ട് അതിന്റെ മറ്റു തരത്തിലുള്ള എന്താണ് ഉപയോഗങ്ങളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ഈ ഒരു 20 പോയിന്റുകളിലൂടെ ഞാൻ എപ്പോഴും പറയാവുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസവും അതോടൊപ്പം ഒരു നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. വൺസ് അഗൈൻ വിൽ മീറ്റ് അപ്പ് അഗൈൻ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓവർ ടു യു. താങ്ക് യു സാർ. തീർച്ചയായും ഒരു ഓണ സമ്മാനം നൽകിയതുപോലെ അല്ലെ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 20 ബെനിഫിറ്റുകൾ. ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും ഒത്തിരി പൊടിക്കൈകളാണ് സാറിനോട് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഓണത്തിന് വളരെയധികം സന്തോഷമുള്ളവരാണ് എന്ന് സാറിന്റെ മുമ്പിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്. എനിവേ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഓണാഘോഷത്തിന്റെ ആശംസകളും ഒക്കെ നേരുന്നു. ഇനി അടുത്ത് ഉലഹന്നൻ സാർ പ്ലീസ്. കേൾക്കുന്നില്ലേ സാറിന്റെ വോയിസ് കേൾക്കുന്നില്ല ഉലഹന്നൻ സാറിന്റെ. സൗണ്ട് കേൾക്കുന്നില്ല സർ, എന്തോ പറ്റി. സാർ ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കയറി വരൂ, ഒന്ന് കിറ്റ് ചെയ്തിട്ടൊന്ന് കയറും, ചിലപ്പം ശരിയാവുമായിരിക്കും. വേറെ ആർക്കാണ് സന്തോഷകരമായ ഒരു ഓണാശംസകൾ സാറിന്റെ ടോപ്പിക്കിലൂടെ പറയാനുള്ളത്? അഡ്മിറ്റ് ചെയ്യൂ. യെസ്, രമാവതി മാം പറയും. സാറേ, നല്ല ടോപ്പിക്കാ സാറേ. കാരണം ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടിക്കൽ. സത്യത്തിന് പിന്നെ സ്വയം എന്താ പറയണ്ട കുറ്റം സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ വെള്ളം കുടിക്കൽ കുറച്ച് കുറവാണ് സാറേ. എന്നാ ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എപ്പോഴും കുമാരട്ടൻ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയും കുറവാണ്. എനിക്ക് കുടിക്കുന്ന കുറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് സാറേ. രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കും, പിന്നെ വെള്ളം കുടിക്കാനും കുറച്ച് കുറവാണ്. പക്ഷെ ഇതിപ്പോ ഓരോ ഓർഗന് വേണ്ടുന്ന വെള്ളം എത്രയാന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാറ് പറയുന്നുണ്ട്. അതിപ്പം എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇത്ര, എക്സസൈസ് ചെയ്യാത്തവർക്ക് ഇത്ര. സാറ് പറഞ്ഞു പിന്നെ ലേഡീസ് ആണ് ഇങ്ങനെ വെള്ളം കുടിക്കാത്തോണ്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താ പറഞ്ഞാല് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് സാറേ. പണ്ട് കൂടുതലായിരുന്നു, ഇപ്പൊ കുറച്ച് എല്ലായിടത്തും പിന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ പോയാൽ പെൺകുട്ടികൾ രാവിലെ പോയാൽ വൈകുന്നേരം വരെ പിന്നെ വാഷ്റൂം ഉപയോഗിക്കാത്ത പെൺകുട്ടികൾ വരെ ഉണ്ട് സാറേ. അത് കൂടാതെ ഈ മട്ടന്നൂർ മെഡിക്കൽ കോളേജില് ഒരു 3-4 വർഷം മുന്നേ തോന്നുന്നു ഒരു ഡോക്ടർ ഒരു കാര്യം കൊണ്ടുവന്നിരുന്നു സ്കൂളുകളില് വാട്ടർ ബെല്ല് എന്നുള്ള രീതിയിൽ. അത് ഞാനൊരു എൻ്റെ ഒരു ഏകാഭിനയം ഒരു ഇതുപോലെ കാണിച്ചിരുന്നു. അത് പിന്നെ എൻ്റെ ഫോണ് കേടുവന്നിട്ട് വേറെ ഫോൺ മാറ്റാകുമ്പോൾ അത് പോയി. അതായത് കുട്ടികൾ സ്കൂളുകളിൽ എത്തിയാൽ വെള്ളം കുടിക്കാൻ മടിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു 11:01 അങ്ങനെ എന്തോ ഒരു സമയമാണ്. ആ സമയത്ത് ബെല്ലടിക്കുമ്പം പിന്നെ കുട്ടികൾ നിർബന്ധമായിട്ട് വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചോളണം.
എനിക്ക് തോന്നുന്നത് എല്ലാ സ്കൂളിലും ഇപ്പം ആ ഡോക്ടർ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നാണ് സാർ എനിക്ക് തോന്നുന്നു. നല്ലൊരു ഇതായിരുന്നു സാറ് ചെയ്ത ഡോക്ടർ. അപ്പൊ എന്ത് തന്നെയായാലും ഞാനിപ്പം വെള്ളം കുടിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ ആ അളവുണ്ടല്ലോ സാർ, അളവ് കൃത്യത അല്ലാത്തോണ്ട് മോൾ എനിക്ക് ഇത് അളവ് എഴുതിയിട്ടുള്ള 2 ലിറ്ററിന്റെ ഒരു ബോട്ടില് മാർക്ക് ചെയ്തിട്ടുള്ളത് ഉച്ചക്ക് രാവിലെ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എന്താ പറയണ്ടേ തോന്നുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കുന്ന കുറവാണെന്നുള്ളത്. താങ്ക് യു സാർ. നല്ലൊരു മെസ്സേജ് ആണ് സാർ ഇതിലൂടെ പാസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഈ തേഴ്സ്റ്റ് സെന്ററിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഹൈപ്പോതലാമസുള്ള തേഴ്സ്റ്റ് സെന്ററിന്റെ ഒരു ട്രിഗർ നമ്മുടെ മെസ്സേജാണ് ശരിക്കും അത്. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ നമ്മുടെ പ്രായം കൂടുന്തോറും നമുക്ക് ഈ വെള്ളത്തിന്റെ ഇൻടേക്ക്, ആ ട്രാൻസ്പോർട്ടേഷനും ആ സിഗ്നലും ഒക്കെ ബ്രെയിനിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞതിനുള്ള പോയിന്റുള്ള ഒരു കാര്യം. ഓക്കെ, ഇപ്പൊ മാഡം പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ യുറിനൽ സംവിധാനങ്ങളൊക്കെ പണ്ട് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പൊ പമ്പുകളിലൊക്കെ പോലെയാണെങ്കിലും ഇപ്പൊ എല്ലാം അതൊരു നിയമമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. നാട് നന്നാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് അതിന്റെ ഗുണവും ഉണ്ടാവട്ടെ. താങ്ക് യു മാഡം. ലേഡീസിന് എവിടെ പോയാലും ഏത് റെസ്റ്റോറന്റിൽ പോയാലും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള നിയമമുണ്ട്. അതെ, ശരി. അതെ. ഓക്കെ, ജോഷി Sir, good evening, sir. I have a question. പറയും. അതായത് RO വാട്ടർ, പിന്നെ കിണറ്റുവെള്ളം, പിന്നെ മിനറൽ വാട്ടർ, ഇതില് ഏതാണ് ബെറ്റർ ടു ഹാവ് കൺസ്യൂം? നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് മാഡം ചോദിച്ചത്. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കിണർ വെള്ളം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വെള്ളത്തില് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അടക്കമുള്ള എല്ലാം ഉള്ള കിണറ്റിലെ വെള്ളമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളും പൊല്യൂഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലെ വെള്ളത്തിലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ നമുക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടാണ് പല വീടുകളിൽ ഇപ്പോൾ ഈ മാഡം സൂചിപ്പിച്ച റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകൾ, ചെറിയ ഡൊമസ്റ്റിക് പ്ലാന്റുകൾ, അത് എല്ലാ വീടുകളിലും പോയി ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ കിണറ്റിലെ വെള്ളത്തിലൊക്കെ വരാൻ പറ്റുന്ന പ്രശ്നം, നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞ പോലെ ഈ സേഫ്റ്റി ടാങ്കുകളുടെ ഒക്കെ ഡിസ്റ്റൻസ് ഒരുപാട്, ഗ്രൗണ്ട് വാട്ടർ ഒരുപാട് പൊല്യൂട്ടഡ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ. അപ്പൊ ആ ഗ്രൗണ്ട് വാട്ടറിലെ പൊല്യൂഷൻ, ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന ബാക്ടീരിയോളജിക്കൽ എന്ന് പറയുന്ന അതിന്റെ കണ്ടന്റ് ആണ്. അതായത് ബാക്ടീരിയയും മറ്റുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതിനകത്ത് കൂടുതൽ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ ഈ പൊല്യൂട്ടഡ് ആവുന്നത്. അപ്പൊ കിണറ്റ് വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ഗ്രൗണ്ട് വാട്ടർ മോശമായതുകൊണ്ടാണ് അതിനകത്ത് ഈ പറയുന്ന പൊല്യൂഷൻ ഉണ്ടായത്. അപ്പൊ ആ വെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വീട്ടിൽ നമ്മുടെ കിച്ചണിലൊക്കെ ഈ ഉപയോഗിക്കുന്ന RO എന്ന് പറയുന്ന റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന് ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള കഴിവുള്ളതാണ് RO പ്ലാന്റ്. അതിനകത്ത് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് അതാണ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള കുറെ TDS എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ ഡിസോൾവ് സോൾസ് ഒക്കെ മാറ്റുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും സാധാരണ എല്ലാ വീടുകളിലും RO യൂണിറ്റുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാനിത് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലെ ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സും മറ്റുള്ള ധാതുക്കൾ, ലവണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ വെള്ളം കിണറ്റിലെ വെള്ളം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതിന് ഏറ്റവും ലളിതമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ തിളപ്പിക്കൽ. 100 ഡിഗ്രി സെന്റിഗ്രേഡ് തിളപ്പിച്ചാൽ ഒട്ടുമിക്ക ഈ ബാക്ടീരിയകള്, അങ്ങനെ പറയുന്ന മൈക്രോ ഓർഗാനിസം, അതായത് പറയുന്ന കോളിഫോം, ഫീക്കൽ കോളിഫോം, ഈ കോള എന്നൊക്കെ പറയുന്നതാണ് വലിയ അപകടകാരികളാണ് ശരിക്കും പറഞ്ഞാൽ. അത് ജലത്തിൽ 0 കണ്ടന്റ് വേണമെന്നാണ് അതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞത്. അപ്പോൾ കിണറ്റിലെ വെള്ളം ഏറ്റവും നല്ല രീതിയിൽ തിളപ്പിച്ച്, അത് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്, തിളപ്പിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ. ഓക്കെ, അതാണ്. അപ്പോൾ ഈ കിണറ്റിലെ വെള്ളവും RO പ്ലാന്റിലെ വെള്ളത്തിന്റെ ഒരു ഡിഫറൻസ് ഇതാണ്. ഈ പല രാജ്യങ്ങളിലും ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കിണറുകളോ മറ്റുള്ള പുഴകളോ ഒരു
നമ്മുടെ നാട്ടിലെ പോലെ ഒരു ജലാശയങ്ങളും ഒന്നും ഇല്ലാതെ അവിടെ കടല് മാത്രമേ ഉള്ളൂ അവർക്ക് ആശ്രയം. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് അതിനകത്ത് ഉപ്പിനെ മാറ്റിയിട്ട് അതിനകത്തെ ഈ പറയുന്ന അണുക്കളെയൊക്കെ മാറ്റി ഏറ്റവും നല്ല രീതിയിൽ ഡിസിൻഫെക്ട് ചെയ്തിട്ട്, ഡിസിൻഫെക്ഷൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലെ ഏറ്റവും സിമ്പിൾ ഉദാഹരണമാണ് നമ്മളൊക്കെ കേൾക്കുന്ന ക്ലോറിൻ. ക്ലോറിന് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസിനെ കൊല്ലാനുള്ള വളരെയധികം ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിലൊന്നാണ് അത്. അത് ഈ ആർ ഒ പ്ലാന്റിലെ UV റേസ് എന്നൊക്കെ പറഞ്ഞൊരു ചിലപ്പോൾ കണ്ടു കാണും. അതിനകത്ത് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഒരു UV ലാമ്പ് ഉണ്ട്. ആ ലാമ്പ് അൾട്രാ വയലറ്റ് റേസ് കൂടെ വെള്ളം കടന്നു പോകുമ്പോൾ അതും ഈ ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാനുള്ള പവർ UVക്ക് ഉണ്ട്. പക്ഷേ UV ലാമ്പിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും ഈ പിന്നെ വെള്ളത്തിലുള്ള ഇത്. അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ്. പിന്നെ കിണറുകളെ നമ്മൾ അതുപോലെ ശുദ്ധീകരിക്കുകയും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള ഈ അണുനാശിനികളൊക്കെ ഉണ്ട് കിണറ്റിൽ ഉപയോഗിക്കുക. കിണർ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കിണറുണ്ടെങ്കിൽ ആ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ അടുക്കള പോലെ തന്നെ ശുദ്ധിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കിണർ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പൊല്യൂഷൻ, ഇപ്പൊ നദികളിൽ പോലും പൊല്യൂഷൻ വന്നിട്ട് ആ വെള്ളത്തിന്റെ ഉറവയാണ് നമ്മുടെ വീടുകളിൽ വരുന്നത്. അപ്പം അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുക കിണറ്റിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഈ പറയുന്ന RO യൂണിറ്റുകൾ നമ്മുടെ വീട്ടിൽ വെക്കാം. അത് പിന്നെ എത്രത്തോളം അത് പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് വേറൊരു കങ്കൺ വാട്ടർ എന്നൊക്കെ പറഞ്ഞ ഈ ഹൈ pH വാല്യൂസ് ഉള്ള വെള്ളത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതും ബോഡിക്ക് നല്ലതാണ്. അതിന്റെ pH വാല്യൂ 7 to 14 വരെയൊക്കെ 10 വരെയൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള യൂണിറ്റുകളും ഒക്കെ ഇപ്പൊ കിട്ടാറുണ്ട്. അപ്പൊ നമ്മുടെ സൗകര്യവും സാമ്പത്തികമായിട്ടുള്ള കഴിവുകളൊക്കെ കങ്കൺ വാട്ടറിന്റെ ആ യൂണിറ്റിനൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഇത് വാങ്ങുന്നവരും ഉണ്ട്. പക്ഷെ ഹെൽത്ത് വൈസ് ഇറ്റ് വിൽ ഗിവ് യു വെരി ബെനിഫിറ്റ്സ് ഇഫ് യു ഇൻവെസ്റ്റ് മണി ഓൺ ദാറ്റ്. ഇതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ മാഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. സർ പറയും. Yes, yes, sir. Thank you so much, sir. No So, problem. sir, for one person, how many liters of water per day? ഇവിടെ ഒന്ന് ബ്രേക്ക് ആയിരുന്നു മാഡത്തിന്റെ വോയിസ്. For adult person, how many liters of water per day has to ഞാനത് be consumed? അത് അഡൽട്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമായിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്. The men should have at least 3.7 liters and ladies should have 2.7 liters. Okay. per And day. what about children? ചിൽഡ്രന് നമുക്ക് അവരുടെ ഏജ് അനുസരിച്ചിട്ട് അതും അവർക്കും ഇത് നമുക്ക് ഏതാണ്ട് ഇത് കൊടുക്കാം. ചിൽഡ്രന് ഇത്രയും ഒരു ഇൻടേക്കിന്റെ ആവശ്യമില്ല. കാര്യം അവർക്ക് അവരുടെ ഈ ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളുടെ അങ്ങനെയുള്ള ഒരു കണക്കുകളെ കുറിച്ചുള്ള ഇത്ര കൊടുക്കണമെന്നില്ല. എഗെയിൻ യു ക്യാൻ അവര് ആവശ്യം അനുസരിച്ച് അവരുടെ ദാഹത്തിന്റെയും അവരുടെ ബോഡിയുടെ ഒക്കെ അനുസരിച്ചിട്ട് മേ ബി 1 liter or 1.5 liter ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ് കൊടുക്കാനായിട്ട് ആണ് എന്റെ ഒരു ചെറിയ ഒരു നിർദ്ദേശമുള്ളത്. Sir, any connection between the body weight and intake consuming water? അതെ ഉണ്ട്. ഞാനത് നേരത്തെ കാണിച്ചത് നമ്മുടെ ബോഡി വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ബോഡി വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് യുവർ എന്താണ് ഒരു ബോഡി മാസ് ഇൻഡെക്സ് മാതിരി ഞാൻ ഈ പ്രസന്റേഷൻ തന്നെ കാണിച്ചിരുന്നു. ബോഡി വെയിറ്റും ഒരു ഘടകം തന്നെയാണ്. കൂടുതൽ വെയിറ്റ് ഉള്ളവർക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ട അത്യാവശ്യം. ബട്ട് ആവറേജ് പേഴ്സൺ ഷുഡ് ഡ്രിങ്ക് men should drink 3.7 liters and women should drink 2.7 liters on an average. Because we say per 30 kg 1 liter water എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. So 60 kg means 2 liters. If it is 90 kg 3 liters. അപ്പൊ അതൊരു ആവറേജ് കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ഈ എല്ലാവരുടെയും കൂടെ ഒരു ആവറേജ് കണക്കിലെടുക്കുന്ന ഒരു കണക്കിലാണ് ഈ പറയുന്ന WHO കണക്കുകളും ഈ പറയുന്ന മറ്റുള്ള ഒരുപാട്
ഈ വെള്ളത്തിന്റെ ഇൻടേക്ക് മനുഷ്യരിൽ കൊടുക്കുന്ന ഒരുപാട് ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ആവറേജ് കാൽക്കുലേഷനിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇത് ഗ്ലാസ്സിൽ പറയാറുണ്ട്. എന്താണ് ചിലര് പറയാറുണ്ട് 8 to 10 കപ്സ്. അത് എഗെയിൻ അതിന്റെ വാല്യൂ അതിന്റെ വോളിയം അനുസരിച്ചൊക്കെ ആയിരിക്കും. ഒരുപാട് തരത്തിലുള്ള ഇൻഡെക്സുകളും ഈ പറയുന്ന കണക്കുകളൊക്കെ വെള്ളത്തിന്റെ ഇൻടേക്കിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ആവറേജ് ഒരു കണക്ക് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. Okay. Thank you so much, sir. താങ്ക് യു. റൈറ്റ്. സാറ് ഒരു ഡൗട്ട്, ഈ പ്ലാസ്റ്റിക് ബോട്ടിലില് ഉള്ള വെള്ളം കുടിക്കുന്നതിൽ മൈക്രോ പ്ലാസ്റ്റിക് ബോഡിയിൽ കയറുന്നതുകൊണ്ട് എന്തൊക്കെ ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവുക? മുമ്പ് എല്ലാവരും ബോട്ടിൽ വാട്ടർ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡൗട്ട്ഫുൾ ആയ കുറെ സംശയങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ സാർ പറയണത്? അയ്യോ, ഈ സാറ് പറഞ്ഞത് നല്ല. ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഇപ്പോഴത്തെ ബോട്ടിൽസ് ഒക്കെ വരുന്നത് തന്നെ പെറ്റ് എന്ന് പറഞ്ഞ അത് എല്ലാം പോളിത്തീൻ ബേസ്ഡ് ബോട്ടിൽസ് ആണ്. അപ്പൊ അതിനകത്തൊക്കെ എസ്പെഷ്യലി ഈ സൺറൈസ് അടിക്കുന്നത് പോലും ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ ഒരു ഡയല്യൂഷൻ വെള്ളത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പൊ ബോട്ടിൽഡ് വാട്ടർ വാങ്ങുന്നത് അധിക കാലത്തേക്ക് നമ്മൾ അതിനകത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. ബോട്ടിൽ വാട്ടർ അതിന്റെ പ്ലാന്റിൽ നിന്ന് തുടങ്ങി ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ കണ്ടന്റ് ഒരുപാട് ഒരു ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് കഴിവതും ഈ പറയുന്ന നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് സ്റ്റീൽ പാത്രത്തിലോ അതിനുള്ള മെറ്റൽ അല്ലെങ്കിൽ പണ്ട് കോപ്പർ സിൽവർ ഒക്കെ മാതിരിയുള്ളതിന് ആയിരിക്കും. പക്ഷെ കുടിവെള്ളത്തില് ഈ മൈക്രോ സാറ് പറഞ്ഞ പോയിന്റിന്റെ പലതരത്തിലുള്ള പഠനങ്ങൾ സൂചിക്കുന്ന അതിനകത്തുള്ള ഒരുപാട് ദൂഷ്യവശങ്ങൾ ഹെൽത്ത് വൈസ് ആയിട്ട് ഉണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലിൽ വാട്ടർ ഉണ്ടാക്കുന്ന ബോട്ടിൽസിന് പോലും ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിന്റെ മൈക്രോൺസ്, അതിന്റെ ഈ പറയുന്ന പെറ്റ് ബോട്ടിൽസിന്റെ ക്വാളിറ്റീസ് ഒക്കെ അതിനെ ശരിക്കും പറഞ്ഞാൽ പല കൺട്രികളിലും അതിന്റെ കർക്കശമായ നിബന്ധനകളുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള പെറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കണമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന്റെ മൈക്രോൺസ് കണക്കിന് പോലും അതിന്റെ തിക്നെസ് ലെവൽസ് ഒക്കെ പല കൺട്രികളിലും പറയാറുണ്ട്. അപ്പൊ അതൊരു വലിയ ഫാക്ടറാണ് സാറ് പറഞ്ഞത്. സാർ അതുപോലെ പിന്നെ നമ്മള് കുപ്പിയിൽ ഇങ്ങനെ വെള്ളം വാങ്ങിച്ചിട്ട് കാറിലെല്ലാം പോകുമ്പോ ഉണ്ടല്ലോ സാറേ, കാറിന് വെള്ളം ഭയങ്കര ചൂടാവുന്നില്ലേ ആ ബോട്ടിൽ തന്നെ? അതും നമ്മുടെ ബോഡിക്ക് മോശമല്ലേ സാറേ? തീർച്ചയായിട്ടും അങ്ങനെ കാറിൽ വെക്കാൻ പാടില്ല എന്നാ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ടെമ്പറേച്ചർ ഒക്കെ കൂടുതലുള്ള പിന്നെ കൺട്രികളിൽ തന്നെയല്ല, കാർ അടച്ചിടുമ്പോൾ അതിനകത്ത് ഇൻസൈഡ് ടെമ്പറേച്ചറും നമ്മൾ സാധാരണ ടെമ്പറേച്ചർ അതിനേക്കാളും കൂടുതലോ ഒരിക്കലും നല്ലതല്ലെന്നോ. കാറിൽ വെള്ളം വെച്ചിട്ട് കുറച്ചു നേരം വെച്ചിട്ട് ആ വെള്ളം കുടിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമം. അതിനകത്ത് ഈ പറയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളാണ്. മനോജ് കുമാർ സാർ, സാബു സാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ. തിരിച്ച ഓണാശംസകൾ. താങ്ക് യു. നമ്മുടെ സ്ഥിരം ഓണത്തിന്റെ തിരക്കുകൊണ്ടായിരിക്കും നമ്മുടെ സ്ഥിരം കുറെ കലാകാരന്മാരെ ഇന്ന് കാണുന്നില്ല. അപ്പോ അവരെല്ലാം ഓണത്തിരക്കിലായിരിക്കും. അപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം കാശ് കൊടുത്ത് കഴിക്കുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത്. അപ്പൊ അതിന്റെ കണക്കൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോ വെള്ളത്തിന്റെ പ്രാധാന്യം, വെള്ളമടിക്കുന്നവരുടെ പ്രാധാന്യം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ എല്ലാം മനോജ് സാർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത്. അതിന്റെ വിവിധ മേഖലകൾ, തൊഴിൽ മേഖലയെക്കുറിച്ചും തൊഴിൽ സാധ്യതയെക്കുറിച്ചും ഒക്കെ തന്നെ പറയുകയുണ്ടായി. എന്തായാലും പഴയ കാലത്ത് ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ കുളങ്ങളായിരുന്നു, കിഴക്കൻ പ്രദേശത്തേക്കൊക്കെ പോകുമ്പോൾ കിണറുകളായിരുന്നു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ഇല്ലാതായി എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് 4 ദിവസം വെള്ളമില്ലായിരുന്നു. കുറെ പേരൊക്കെ നാട് വിട്ടു പോയി എന്നാണ് കേട്ടത്, ബന്ധുവീടുകളിലേക്കും. അല്ലാതെ വേറെ മാർഗമില്ല.
കാരണം ചിലരുടെയൊക്കെ വീടുകളിൽ കിണറുണ്ട്, പക്ഷെ തൊട്ടിയില്ല, അല്ലെങ്കിൽ അത് പരിപാലിക്കുന്നില്ല. പിന്നെ വെള്ളം കാണില്ല. പലരുടെയും വീടുകളിലൊക്കെ തിരുവനന്തപുരത്ത് കിണറുണ്ട്, പക്ഷെ അതൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും വെള്ളം അത്യാവശ്യത്തിന് അതിൽ നിന്ന് കോരിയെടുക്കുക എങ്ങനെയാണെന്ന് ചിലപ്പോ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അങ്ങനെ വെള്ളത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ വെള്ളം തരേണ്ടതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ജപ്പാൻ കുടിവെള്ളക്കാരന്റെ ഒക്കെ ആയിട്ട് മാറപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും വെള്ളം വേണം താനും. നമ്മുടെ ശരീരത്തിലെ പ്രമുഖ ഭാഗം വെള്ളമാണ്, എല്ലാത്തിലും വെള്ളമാണ്, എല്ലാവർക്കും വെള്ളം ആവശ്യമുണ്ട്. എങ്കിലും ഇപ്പൊ ഈ പറഞ്ഞതിലെ പല കാര്യങ്ങളും നമ്മൾ കുറെ കാലങ്ങളൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കുപ്പിക്കാത്ത വെള്ളത്തെക്കുറിച്ചും ഏത് വെള്ളമാണ് ശുദ്ധമായിട്ട് നമുക്ക് കഴിക്കാവുന്നതൊക്കെ അറിയാമെങ്കിൽ പോലും ഇനിയും നമ്മൾ അവിടേക്കൊന്നും അത്രയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചെറിയ ഓരോ തവണയും കേൾക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളെങ്കിലും നമുക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ആ അർത്ഥത്തിൽ സാറിന്റെ ഈ ക്ലാസ്സുകൾ കുറേയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ പുതിയ അറിവുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ചില ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് തൊഴിൽ സാധ്യതയെക്കുറിച്ച് പറഞ്ഞതും പിന്നെ ഇതിന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നടത്തുന്ന പല മാർഗങ്ങളെ സംബന്ധിച്ച് വിദേശത്തൊക്കെ നടക്കുന്നതിനെ കുറിച്ചും അതിന്റെയൊക്കെ പിന്നിലെ കഥകളും ഒക്കെ വലിയ കമ്പനികളെ കുറിച്ച് പറഞ്ഞതൊക്കെ ചിലതെല്ലാം പുതിയ അറിവുകളായിരുന്നു ലഭിച്ചത്. അതിനെല്ലാം പ്രത്യേകം നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇതിന്റെ മറഞ്ഞിരിക്കുന്ന മറ്റു പാഠങ്ങൾ സാറെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഈ സദസ്സിന് വേണ്ടിയിട്ട് വിളമ്പണം എന്നുള്ള കാര്യത്തിന് വിളമ്പണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സാറിന്റെ സേവനം പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ റയർ മേഖലകളാണ്, ഒരുപാട് പേര് ഇടപെടാത്ത മേഖലകളാണ്. അതൊക്കെ കൃത്യമായിട്ട് പറയാൻ സാറിന് അനുഭവജ്ഞാനമുണ്ട്. വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ള നിരവധി അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന് ഒരുപാട് തനിമയുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. നാളെ ഓണമാണ്. ഓണം നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുള്ള സംഗതിയാണ്. നമ്മളെയൊക്കെ ഗൃഹാതുരത്വം നിലകളിലേക്ക് കഴിഞ്ഞ ചെറിയ കാലങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. തലമുറയിലേക്ക് പുതിയ തലമുറയിലേക്ക് നോക്കുമ്പോൾ അവർക്കിതൊന്നും വലിയ കാര്യങ്ങളൊന്നും. നമുക്ക് പച്ചക്കറി കൂട്ടി നാളെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുൻപെടുമ്പോൾ നാളെ നമുക്ക് ചിക്കൻ ആയാലും വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. അവർക്ക് അതിൻ്റെ അകത്ത് അത്ര വലിയ പ്രാധാന്യമൊന്നും അതിൽ കൽപ്പിക്കുന്നില്ല. പിന്നല്ലേ മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ 2-3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുമ്പോൾ പുറത്തു പോവുക, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പരിപാടി അതാണല്ലോ. യാത്ര പോകാൻ കണ്ടുപിടിച്ചിരിക്കുന്ന നല്ല ദിവസമായിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ്. ആയിക്കോട്ടെ, ഒന്നും മോശമാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും കൊള്ളാം. ഏറെ ദുഃഖദുരിതമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ആളുകൾ കണ്ടിരുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ദിവസങ്ങളാണ് ഓണത്തിൻ്റെത്. തീർച്ചയായിട്ടും ഈ കാലവും സന്തോഷത്തിൻ്റെതാകട്ടെ. എങ്കിലും കഴിഞ്ഞ മാസം ഉണ്ടായ ദുരന്തങ്ങൾ ചില കുറച്ച് ഒക്കെ മന്ദീഭവിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സർക്കാർ തന്നെ എല്ലാ ആഘോഷവും വേണ്ടെന്ന് വെച്ചെന്ന് പറയും. സർക്കാരിന് ഒരു വീണ കിട്ടിയ അവസരം പോലെയാണ്. കുറെ പൈസ മുടക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. പലതും ഈ കറവ് പറഞ്ഞ് ചെലവാക്കാതിരിക്കാമല്ലോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. വാസ്തവത്തില് അതൊക്കെ ഒന്നും നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ നെഹ്റു ട്രോഫി ഞങ്ങളെ ബാധിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് നെഹ്റു ട്രോഫി മാറ്റി വെച്ചാൽ എന്നാന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷെ ഒരു കുട്ടനാട്ടുകാരന്റെ വികാരം, ആ ജലോത്സവത്തിന്റെ വികാരം, അത് വളരെ കുറച്ചൊരു ഏരിയയിലുള്ളതാണെങ്കിൽ പോലും അത്രയും മനുഷ്യരുടെ ആ വികാരം പ്രധാനപ്പെട്ടതാണ്. നെഹ്റു ട്രോഫിക്ക് 2 ദിവസം മുമ്പാണ് ആ പരിപാടി മാറ്റി വെക്കുന്നത്.
എത്രയോ ലക്ഷം രൂപ സർക്കാരിന്റെ ചെലവാക്കിയിട്ടുണ്ട്. എവിടെയെല്ലാം ഉള്ള ആളുകൾ, ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടിക്കറ്റും ഒക്കെ എടുത്ത് ഓഗസ്റ്റ് 2-ാം ശനി എന്ന് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അതെല്ലാം 2 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു വലിയ ദുര്യോഗം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇനിയിപ്പം വയനാട് ദുഃഖകരമാണ്. വേണമെങ്കിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പരിപാടി നടത്തിക്കൂടെ? ആ സ്പോർട്സ് പ്രേമികളെയും എന്തുമാത്രം ബോട്ട് ക്ലബ്ബ് എടുത്ത് ഇതിനകത്ത് ആളുകൾ പിന്നോട്ടടിക്കും. നമ്മളെ മനസ്സിലാക്കാനുള്ള സംഗതി എന്നെനിക്ക് തോന്നിയത്, ഈ ഒളിമ്പിക്സ് തുടങ്ങി ഇത്രയും കൊല്ലം കൊണ്ട് നമുക്ക് ആകെ കൂടെ കിട്ടിയത് 40 മെഡലാണ്. ഓട്ട മെഡലും വെള്ളി മെഡലും അപൂർവമായി കിട്ടിയ സ്വർണം എല്ലാം കൂടെ കൂടി ഈ ഒളിമ്പിക്സ് ചരിത്രം കൊണ്ട് മൊത്തം നേടിയത് 40 സ്വർണം. എന്നാൽ ഈ വർഷം കേരളത്തിന്റെ അത്രയും ജനസംഖ്യയേ ഉള്ളൂ കാനഡയ്ക്ക് ഈ വർഷത്തെ ഒളിമ്പിക്സിൽ കിട്ടിയത് 40 മെഡൽ. എന്താണ് അതിന്റെ കാര്യം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെയൊക്കെ മനോഭാവത്തിൽ മാറ്റം. ഇവിടെ വെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് മനോഭാവം മാറണമെന്ന് ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ അടിസ്ഥാനപരമായ മാറ്റം വരാനായിട്ടുണ്ട്. അതെന്ന് വരും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവധി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മുടെ സ്ഥിതി പോകുന്നത്. പലതിനും ഒരു നയമില്ല, സ്പോർട്സിനൊരു നയമില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ ജനമുള്ള രാജ്യത്ത് നിന്ന് കുറെ എന്തുമാത്രം ശതകോടീശ്വരന്മാർ ഇവിടെയുണ്ട്. ഒരൈറ്റം സ്പോർട്സ് ഒരാളെ ഏൽപ്പിച്ചാൽ അടുത്ത ഒളിമ്പിക്സിനെങ്കിലും ഒരു 10-15 മെഡല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ലേ? ഇങ്ങനെയൊക്കെ ആര് ചിന്തിക്കുന്നു? ഒരു നയമേ ഇല്ല നമുക്ക്. വെള്ളത്തെക്കുറിച്ച് ഒരു നയമില്ല, തൊഴിലിനെ കുറിച്ച് ഒരു നയമില്ല, ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നയമുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഓണത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ബിവറേജ് കോർപ്പറേഷന് ജോലി ചെയ്യുന്നവന് 1 ലക്ഷം രൂപ ബോണസ് ഉണ്ട്. ഇവിടെ കൃഷി ചെയ്ത കൃഷിക്കാരൻ കഴിഞ്ഞ നെല്ലിന്റെ പൈസയുടെ വിലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സമരം ചെയ്യുന്നു, ടിക്കറ്റിംഗ് നടത്തുന്നു, നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പശ്ചാത്തലം. ഏതായാലും അറിവുള്ള ആളുകൾ ചില നല്ല കാര്യങ്ങളൊക്കെ പ്രയോഗത്തിൽ വരുത്തുന്നു. വെള്ളത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഈ അറിവ് നമുക്ക് ആക്കാം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നീട്ടി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണത്തിന്റെ നന്മകളും സന്തോഷവും കൈമാറിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ഹാപ്പി ഓണം. താങ്ക് യു സാർ. താങ്ക് യു ജോർജ് സാർ. സാറ് ഓണത്തിന്റെയും വെള്ളത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തു. സാറ് വളരെ സംക്ഷിപ്തമായിട്ട് തന്നെ പറഞ്ഞു, എല്ലാ പോയിന്റുകളിലും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം മാത്രം സാറേ പറയും. ഇപ്പം വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന പോലും പറഞ്ഞിട്ടുള്ളത്, യുണൈറ്റഡ് നേഷൻസ് ഒക്കെ, വെള്ളം എന്ന് പറയുന്നത് ഒരു ബേസിക് റൈറ്റ് ആണ് ഒരു മനുഷ്യന്റെ. അപ്പൊ അത് കിട്ടാത്ത രാജ്യങ്ങളില് എത്രത്തോളം ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് റൈറ്റ് ആണ് നിഷേധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വെള്ളം 3-4 ദിവസം മുടങ്ങിയെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അതൊരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണ്. ഇത്രയും ആൾക്കാരെ കഷ്ടപ്പെടുത്തിയത്. അതിനകത്തെ പൊളിറ്റിക്കൽ സൈഡല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും വീഴ്ചകൾ നമുക്ക് ഇനിയും പോലും അതിനൊക്കെയുള്ള കണ്ടിജൻസി മാർഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്കുള്ളത് അതാണല്ലോ, നമുക്കൊരു മുൻകരുതലുകൾ പല കാര്യത്തിലും ഉണ്ടാകില്ല. അപ്പം ഒറ്റ കാര്യം കൂടി ഞാൻ പറയും, സമയം നീണ്ടുകൊണ്ട് ഒരിടം പറയും. ഇപ്പൊ പല രാജ്യങ്ങളിലും ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ആ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ തോക്കിൻ മുന്നിൽ അല്ലാതെ കുറെ പേര് മരിക്കുന്നുണ്ട്. കാര്യം അവിടെ ഇതാണ് പ്രശ്നം. വെള്ളം കിട്ടാതെ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ സാനിറ്ററി ഉപയോഗങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്തതുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അടക്കം പലരും മരിക്കുന്നുണ്ട്. അതും വെള്ളത്തിന്റെ അഭാവം കാരണമാണ്. കിട്ടുന്ന വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഏറ്റവും കണ്ടാവുന്നതായിട്ടുള്ള വെള്ളം കുടിച്ചു പോലും മരണം സംഭവിക്കുന്നുണ്ട് യുദ്ധത്തിൽ. അപ്പൊ ഇതെല്ലാം നോക്കൂ, നമ്മുടെ ഒരു ലോകത്തിന്റെ ദുരവസ്ഥയാണ്. എങ്കിലും സാറ് പറഞ്ഞ പല പോയിന്റുകളും വളരെ ടച്ചിങ് ആണ്. നമ്മൾ ഈ ഒരു വെള്ളത്തിന്റെ സെഷൻ തുടങ്ങിയപ്പോൾ ആണ് വയനാട്ടിലെ ഇൻസിഡന്റ് ഉണ്ടായത്. അന്ന് ഒരു
ഒരു ഒരു മിനിറ്റ് ഒരു ഡെഡിക്കേഷൻ പോലും നമ്മൾ ഇത് ചെയ്തിരുന്നു. ഇതിലൊക്കെ നമുക്ക് വിഷമമുണ്ട്. ഈ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമ്മളുടെ കയ്യിലല്ല അപ്പം നിൽക്കുന്നത്. അത് പല കാരണങ്ങളുണ്ടെങ്കിലും അപ്പൊ അതിനൊക്കെയും നമുക്ക് പൊറുക്കാനും സഹിക്കാനും അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവരോടൊക്കെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് മൺമറിഞ്ഞവരൊക്കെ എല്ലാ തരത്തിലുള്ള ബഹുമാന സൂചകമായിട്ടുള്ള ആദരവുകളോടൊക്കെ തന്നെ നമുക്ക് ആഘോഷങ്ങൾക്കൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇത് കാലം അതിൻ്റെതായ കാലചക്രത്തിൽ പല കാര്യങ്ങളും നടക്കുന്ന സംഭവിക്കുന്നേ ഉള്ളൂ. സാറ് പറഞ്ഞ എല്ലാ കാര്യത്തിലും നല്ല ഉണ്ട്. തിരിച്ചു എല്ലാവർക്കും സാറിനും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. ഓർത്ത് സാബു സാർ. ഓമന ടീച്ചർ, സ്നേഹലത മാം. പറയട്ടെ സാർ, പറയട്ടെ. പറയൂ. എനിക്ക് ഒരു വലിയ സങ്കടമാണുള്ളത്. കേരളത്തില് പൊതു ടാപ്പുകൾ നിർത്തലാക്കുന്നു. പാവപ്പെട്ടവര് ശുദ്ധജലം കുടിക്കുന്നതിനുള്ള അവസരം ഇല്ലാതാകുന്നു. എല്ലാരും കുപ്പിവെള്ളം വാങ്ങിച്ചു കുടിച്ചോട്ടെ എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. ഇവിടുത്തെ സാമ്പത്തിക എല്ലാം ഉയർത്താനുള്ള മാർഗമായിട്ട് കണ്ടിരിക്കുന്ന കോർപ്പറേഷനും പഞ്ചായത്തുകളും കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സർക്കാരിന്റെ അനുമതിയോടെ പൊതു ടാപ്പുകൾ നിർത്തലാക്കുക. പാടത്ത് പണിയെടുക്കുന്നവരും സാധാരണക്കാരും എല്ലാം ആശ്രയിക്കുന്നതാണ്. പണക്കാർക്കെല്ലാം വീട്ടില് പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇതില്ലാത്തവര് ഈ വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്കെല്ലാം ഇത് നിഷേധിക്കുകയാണ്. ശുദ്ധജലം ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടായിരിക്കും ടാങ്കുകൾ ശുദ്ധീകരിച്ച് ശുദ്ധജലം അവർക്ക് കിട്ടാനുള്ള അവസരം ഇല്ലാതാകുകയാണ്. ഇത്രയും വെള്ളമുള്ള രാജ്യത്ത് സാധാരണക്കാരന് വെള്ളം ഇല്ലാതാക്കിയാണ് സർക്കാർ ഇനി സാമ്പത്തികം ഉയർത്താൻ പോകുന്നത്. അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പരാതിയൊക്കെ അയച്ചു. ഒരു മറുപടി പോലും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആ ഒരു സങ്കടമാണ് ഈ വെള്ളത്തിനെ കുറിച്ച് കേട്ടപ്പോ തോന്നിയത്. പണ്ടത്തെ കഥകളിലും ഒക്കെ ഈ ജോലി കിട്ടാതെ അലയുന്നവരെല്ലാം പൈപ്പിലെ പച്ചവെള്ളം കുടിച്ച് ജീവിച്ച കാര്യമൊക്കെ പല കഥാകൃത്തുകളും എഴുതിയിട്ടുമുണ്ട്. പക്ഷെ ഇനി സാധാരണക്കാരന് പൈപ്പിലെ പച്ചവെള്ളം ഇല്ല, പണക്കാർക്കേ ഉള്ളൂ. താങ്ക് യു സർ. ഓണാഘോഷത്തിന്റെ ഒരു ആശംസ വേണം. ഓണത്തിന് എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. കേൾക്കാമോ ഇപ്പൊ? സാർ പറഞ്ഞു. കേൾക്കാം. ഓക്കെ, ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി. സാർ, എനിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചെറിയ കാര്യം എൻ്റെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ വെള്ളം കൃത്യമായിട്ട് ശുദ്ധജലം കഴിക്കാൻ വിമുഖത കാണിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അവരോട് നിങ്ങള് എങ്ങനെ വെള്ളം കുടിയുടെ കാര്യത്തില് അത് വല്ലപ്പോഴൊക്കെ കുടിച്ചാലേ ഒരു ഡിപ്രസീവ് സ്റ്റേജിലാണ് ഇയാൾ ഇവിടെ വരുന്നത്. സാറിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ജലത്തിന്റെ കാര്യത്തിൽ ഡിപ്രസീവ് സൈഡിലേക്ക് ഇതിന്റെ കൃത്യമായ യൂസ്, വെള്ളത്തിന്റെ ഉപയോഗം ഇല്ലെങ്കിൽ സംഭവിക്കാം. അത് വളരെ യാഥാർത്ഥ്യമാണെന്ന് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെല്ലാം ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിലും മറ്റുമൊക്കെ ഈ ബാത്റൂം സിസ്റ്റം ഇപ്പോഴും വളരെ ക്ലീൻ അല്ല. വയറുവേദന എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര വെള്ളം കുടിക്കാറുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ? സ്കൂളിൽ വെള്ളം കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, വെള്ളം കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടുണ്ട് സാർ. എന്താണ് പ്രശ്നം? കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യണം, വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഈ വെള്ളം കൂടി അവിടെ അവർ ഉപേക്ഷിക്കുകയാണ്. വീട്ടിൽ നിന്ന് പോലും എടുക്കുന്ന വെള്ളം അതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന കുട്ടികളുണ്ട്. അവർ ആ മാസഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അനുഭവിക്കുകയാണ്. ഫസ്സായിട്ടും മറ്റുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്, ശുദ്ധജലത്തിൻ്റെ അത്യാവശ്യം, കുടിക്കുന്നതിൻ്റെ അത്യാവശ്യം ബോധ്യപ്പെടുത്തി ആരോഗ്യപരമായ ഒരു യാത്ര നടത്തുന്നില്ല പലപ്പോഴും എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ അവരോട് പറയാതെ രാവിലെ എഴുന്നേറ്റാൽ ജസ്റ്റ് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ആദ്യത്തെ 2 ഗ്ലാസ് വെള്ളം ഒരു 10 മിനിറ്റിനകത്ത് കുടിക്കുക. നിങ്ങൾ വീട്ടിൽ വെള്ളം എടുത്തു വെക്കുക, മൺപാത്രങ്ങളിൽ വെള്ളം എടുത്തു വെക്കുക. എന്നിട്ട് അത് തീരുന്നവരെ അതിൻ്റെ ഒരളവ് നിങ്ങൾ മനസ്സിൽ കാണുന്ന 3 ലിറ്റർ എങ്കിൽ 3 ലിറ്റർ ആ വെള്ളം കുടിക്കുക.
അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പഠനത്തിനും ഓർമ്മശക്തിക്കും വളരെയേറെ മുൻതൂക്കം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. മനോജ് സാർ, താങ്ക് യു വെരി മച്ച്. മൺപാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കണമെന്നാണ് വീണ്ടും എൻ്റെ നിർദ്ദേശം. പണ്ട് കൂജകളായിരുന്നു, മൺകൂജകളായിരുന്നു സുന്ദരമായ വെള്ളം. ഇന്ന് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഫ്രിഡ്ജിൽ വെക്കുന്നു, എടുത്തു മാറ്റുന്നു, പിന്നെ അസുഖങ്ങളും അതിൻ്റെ ബാക്കിയോത്രങ്ങളും. ഓക്കെ സാർ, കൂട്ടിച്ചേർത്തുന്നു മാത്രം. താങ്ക് യു ലെനിൻ സാർ. സാറ് പറഞ്ഞ പോയിന്റുകളൊക്കെയും സാറിന്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞ വാലിഡ് പോയിന്റുകൾസ് ആണ് ഇതെല്ലാം പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ സാനിറ്ററി സംവിധാനങ്ങൾ സാറ് നമ്മളെ പ്രത്യേകിച്ചും നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടില്. ഈ പൊതു ശൗചാലയങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഹൈസ്കൂളുകളിലെ കാര്യം തന്നെയാണ്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിന് ഇപ്പം നമ്മൾ ഭരിക്കുന്നവരെ കുറ്റം പറയുന്നതാണോ അതോ അതിന് തരത്തിലുള്ള ഏത് തരത്തിലാണ് അതിന്റെ ഒരു അഭാവം ഉണ്ടാവുന്നത് ഒരു തരത്തിലും അത് മനസ്സിലാവുന്നില്ല. എന്താണ് ഇങ്ങനെ അതിനെങ്കിലും നമുക്കൊരു അവയർനെസ് വേണ്ട എന്നുള്ളത്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇപ്പം ഈ സാനിറ്ററി പ്രശ്നങ്ങൾ കാരണം ഒരുപാട് തരത്തിലുള്ള പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും വരുന്ന അസുഖങ്ങളിൽ ഈ വാട്ടർ ബോൺ ഡിസീസുകളാണ് പലതും. സാർ പറഞ്ഞത് 110% കറക്റ്റ് ആണ്. അപ്പോൾ അതേ തരത്തിലുള്ള ഒരു അവബോധമോ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള ഒരു നടപടികളോ ഒന്നും ഒരു ഭാഗത്തും ഒന്നും കാണുന്നില്ല. അതൊരു എന്താണ് ഇപ്പോൾ ഒരു ശുദ്ധജലം നേരത്തെ പറഞ്ഞ മാഡം പോലും പറഞ്ഞു പൈപ്പുകൾ അടയ്ക്കുക. അതൊക്കെ ഏറ്റവും നിജമായ ഒരു മനുഷ്യന്റെ ഒരു 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 റൈറ്റാണ്. അതൊരു ഹ്യൂമൻ സൊസൈറ്റിയുടെ റൈറ്റിനെയാണ് പൈപ്പുകളിൽ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ. അതിന് സംവിധാനം ഉണ്ടാക്കേണ്ടവര് ഈ വോട്ട് ബാങ്കുകളിൽ കൂടി മാത്രം ഈ പാവപ്പെട്ടവരുടെ ആവശ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. വെള്ളം കൊടുക്കാത്ത ഒരു സർക്കാരോ അല്ലെങ്കിൽ അതിനുള്ള അധികാരികളോ ഒക്കെ അവരെയൊക്കെ ഏത് തരത്തിൽ അത് കൊടുക്കാൻ പറ്റിയിൽ സാറേ വേറെ എന്താണ് ഇവരിന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടെന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോൾ ഇപ്പൊ തോന്നിയത്. അപ്പം ഇതിൽക്കൊള്ളൊന്നും പറയാനില്ല. കേട്ടതിൽ ഇപ്പൊ ഈ ഓണത്തിന്റെ ഈ ദിവസം പോലെ അതൊക്കെ കേട്ടതില് ആ സ്നേഹലതാ മാഡത്തിന്റെ പറത്തിൽ ഒരു ചെറിയ വേദനയുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ ഒരു വിഷമം തോന്നി. ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ നാടും മാറട്ടെ. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെങ്കിലും വരാനുള്ള സംവിധാനം ആകട്ടെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. മദ്യം കൊടുക്കുന്നുണ്ട് സാർ. റേഷൻ കടകൾ വഴി പോലും മദ്യം അത് ജലമായിട്ട് കണക്കാക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മദ്യം കൊടുത്ത് സൂചിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് സൈഡിലുള്ള വാട്ടർ പൈപ്പുകൾ ഓരോന്നോരോന്നായി പൂട്ടി വരികയാണ്. അപ്പോൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അത് ഉപയോഗിച്ച് ലോറി കഴുകുന്നു, അത് ഉപയോഗിച്ച് പശുവിനെ കഴുകുന്നു. സാർ, അങ്ങനെ കഴുകുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കട്ടെ. പാവപ്പെട്ടവനൊരു കുമ്പിൾ വെള്ളം, 2 ബക്കറ്റ് വെള്ളം, ഒരു കുടം വെള്ളം എടുക്കാൻ സാധ്യതയില്ല. കിണറില്ല, ഉള്ള കിണറൊക്കെ മൂടി, ജലാശയങ്ങളൊക്കെ മൂടി. അതിനൊക്കെ എല്ലാവരും കൂട്ടുനിന്നു. ഇപ്പം നമ്മൾ മരവിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തെക്കാളേറെ വെള്ളം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ആർക്കും സംസാരിക്കാനില്ല. വാക്കുകളിനിടയ്ക്ക് സങ്കടം കൊണ്ട് കൂട്ടിച്ചേർത്തത് മാത്രമേ ഉള്ളൂ സാർ. സാറേ, ഈ പബ്ലിക് ടോയ്ലറ്റിനെ കുറിച്ച് എനിക്ക് 2-3 അത്ഭുതം തോന്നിയിട്ടുള്ള സംഗതികളുണ്ട്. ഒന്നാമത്തെ സംഗതി, ഈ ബോർഡ് വെക്കും ഇവിടെ മൂത്രം ഒഴിക്കരുത്. പിന്നെ എവിടെ മൂത്രം ഒഴിക്കും? അതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റൊന്ന്, ഞങ്ങളുടെ പള്ളിയിൽ ഇവിടെ നമുക്കിപ്പോ സർക്കാരിനെ മാത്രം കുറ്റം പറയണ്ട, നമ്മളൊക്കെ ഉൾപ്പെടുന്ന നേതൃത്വം വഹിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിലെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ചില മാറ്റങ്ങളുണ്ടോ? ഞങ്ങളുടെ പള്ളി ഹോളിനോടനുബന്ധിച്ച് കുറെ ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാത്റൂമിന്റെ അവിടെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, വൃത്തിയായി സൂക്ഷിക്കണം. അതൊരു നല്ല കാര്യം. ഇതിന്റെ അകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ വൃത്തികേടാണ്. പക്ഷെ അതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഒരു ബക്കറ്റ് എന്ന് പറയുന്ന സാധനം വെക്കുക. എന്നിട്ടോ പെയിന്റ് പാട്ട, മൂടില്ലാത്ത പെയിന്റ് പാട്ടയൊക്കെയാണ് ചിലതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇത് വെച്ച ആളുകളെ എവിടെ ഇത് ക്ലീൻ ചെയ്തിടുകയെന്നാണ്. ഇത്രയും വലിയ സ്ഥാപനമൊക്കെ ഉണ്ടാക്കി ടോയ്ലറ്റ് ഉണ്ടാക്കിയാൽ ഒരു ബക്കറ്റും മഗ്ഗും വാങ്ങിക്കാനായിട്ട് കാശില്ല. ഇത് മിക്കവാറും പബ്ലിക് ടോയ്ലറ്റ് മിക്കവാറും കാണുന്ന ഒരു സംഗതിയാണ്. ഒന്നും ഈ ബക്കറ്റ് കാണില്ല,
മഗ് കാണില്ല, പിന്നെ വെള്ളം കാണില്ല. ഓക്കെ, ഇതൊക്കെ നമ്മളെ ഉൾപ്പെടുന്ന ചില സ്ഥലങ്ങളില് പറഞ്ഞത്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ മുഴുവൻ എല്ലാത്തിൻ്റെ അകത്തും ബക്കറ്റും സംഗതികളും എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഓരോ ഇടങ്ങളിലും പിന്നെ ഇത് ചിലർ എടുത്തോണ്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ടാകാൻ ചിലർ വെക്കാത്തെന്ന് പറയുന്നു. ഓക്കെ, ഞാനും ഒന്ന് ഇടയ്ക്ക് കയറി കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. അല്ല സാർ, ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ അതിന്റെ പിന്നീടുള്ള ഈ മെയിൻ്റനൻസുകൾ, അല്ലെങ്കിൽ പിന്നീട് അതിന്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എപ്പോഴും നമ്മൾ പരാജയപ്പെടാറുള്ളത്. കോടിക്കണക്കിന് രൂപയൊക്കെ മുടക്കി പല ഈ യൂട്ടിലിറ്റീസ് ആണല്ലോ ഇതിന് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ പിന്നീടുള്ള അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ചോ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമൊന്നും, അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും ഒരു സർക്കാരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. തിരിച്ചുള്ള മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റുകളിലൊക്കെയാണ് ഏറ്റവും വൃത്തികെട്ടുള്ളത്. പൊതുനിരത്തുകളും ഈ പബ്ലിക് സംവിധാനങ്ങളും ഒക്കെയാണ് അവിടെ ഏറ്റവും വൃത്തികെട്ട്. ഒന്നാമത് അതിനുള്ള അവബോധം ആ ജനങ്ങൾക്കുണ്ട്, രണ്ടാമത് അതിനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അതിനൊക്കെയുള്ളൊരു സംവിധാനമുള്ളതുകൊണ്ടും അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അവബോധം ഉള്ളത് കൊണ്ടും അവിടുന്ന് ആരെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലായിട്ടുള്ള പല കൺട്രികളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ കമ്പയർ ചെയ്യണ്ട, നമ്മുടെ രാജ്യം വേറെ മറ്റുള്ള എങ്കിലും അപ്പൊ അതൊക്കെ സാധിക്കും എന്നുള്ളതിന് തെളിവുകളാണ്. പലതും ഉണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിൽ പോയാലേ ഇതൊക്കെ തിരിച്ചറിയാനും കാണാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരണം നമ്മുടെ നാട്ടിൽ എന്നാണ് പറയാനുള്ളത്. സാർ, അത് ചില സ്ഥലത്ത് ഈയിടെ ഞാൻ ഈ മാസം 3-ാം തീയതി തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നു. അവിടെ AC വെയിറ്റിംഗ് റൂമില് 30 രൂപ കൊടുത്താൽ അവിടെ ജസ്റ്റ് കുറച്ചു നേരം വണ്ടി വന്നാല് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പോകും. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ പുരുഷന്മാർക്ക് 3 ടോയ്ലറ്റ് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്, സ്ത്രീകൾക്ക് 1. ഞാൻ എന്ത് പറഞ്ഞു, ഇത് കംപ്ലൈന്റ് പറഞ്ഞില്ല വേണ്ട, എല്ലാരും ഇത് പറയുന്നുണ്ട്, കുറെ കാലമായി മുറവിളി തുടങ്ങിയിട്ട്. അത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. പെണ്ണുങ്ങൾക്ക് കപ്പാസിറ്റി പവന ടീച്ചർ പറയും. താങ്ക് യു സർ. ഞാൻ ഈ ഹൈസ്കൂളിലൊക്കെ പെട്ടെന്നൊരു ഹെഡ് മാസ്റ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ബാത്റൂംസും ക്ലാസ് റൂംസ് തന്നെ മൊത്തം ഒന്ന് കണ്ട് തീരുമ്പോഴത്തേക്ക് 1 മാസമാകും. അത് കഴിഞ്ഞിട്ട് വേണം അടുക്കള നോക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ബാത്റൂമിനെ ഭയങ്കര പരാതി വരും. പിള്ളേർക്ക് വയറുവേദന, ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള ഈ ബാത്റൂം വൃത്തിയാക്കേണ്ട ടീമുകൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ബാത്റൂം പൂട്ടിയിടും. അപ്പൊ പൂട്ടിയ ബാത്റൂമിന്റെ വിവരം അന്വേഷിച്ചാൽ പറയും അത് യൂസ്ഫുൾ അല്ല, അത് വെറുതെ തുറന്നിട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു, അതായിരുന്നു ഏറ്റവും യൂസ്ഫുൾ. അത് വൃത്തിയാക്കാൻ പിന്നെ ഈ ഏറ്റവും താഴെയുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കൽ ഗവൺമെന്റ് സ്കൂളൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും. അവരോട് തലേ കൊല്ലം അവർ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ആളെത്ര എണ്ണം ഉണ്ട്, എത്ര ബാത്റൂം ഉണ്ടെന്ന് ഞാൻ എണ്ണം എടുത്തിട്ട് 2 പേർക്ക് വീതിച്ച് മെമ്മോ ഇട്ടാൻ കൊടുത്തു. ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അവർക്ക്. ബാത്റൂം എല്ലാം വൃത്തിയുണ്ടോ എന്ന് ഞാൻ പോയി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് തോന്നിയാൽ നമുക്ക് ടെൻഷനാണ്. നമുക്ക് ടെൻഷൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഈ പൈപ്പ് കൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്ത് വെള്ളമാണ് ഈ പൈപ്പിൽ കൂടെ വരുന്നതെന്ന് ആർക്കും ഒരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗവേണിംഗ് ഉള്ള സ്ഥലമാണെങ്കിൽ ശുദ്ധജലം, നമ്മളിപ്പം ഓരോരുത്തരും പൈസ ഉള്ളവരൊക്കെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഇത് വീട്ടിൽ വാങ്ങി വെക്കുന്നുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ പൈപ്പിൽ കൂടെ ശുദ്ധജലം നേരിട്ടെടുത്ത് കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം വരുമ്പോഴേ നമുക്കിവിടെ ഗവേണിംഗ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ആ പൈപ്പിലെ വെള്ളം നമുക്ക് ഗ്ലാസ്സിലെടുത്ത് കുടിക്കാൻ പറ്റണം.
കുട്ടികളോടൊന്നും നമുക്ക് പ്രത്യേകം ആ വെള്ളം കുടിക്കരുത് ഈ വെള്ളം കുടിക്കരുത് എന്ന് പറയേണ്ടി വരില്ല. അപ്പോഴേ നമുക്കൊരു ഗവേണിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഈ പൈപ്പ് ചിലപ്പം പൂട്ടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്ത് വെള്ളം വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. വെള്ളം വരുന്നു എന്നല്ലാതെ ആ വെള്ളത്തിന്റെ ക്വാളിറ്റിയെ പറ്റി ഒരാൾക്കും ബോധ്യമില്ലല്ലോ. ആരോ ഓണാക്കുന്നു, ആരോ ചെയ്യുന്നു. അതിനൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനൊന്നും ഒരു മേൽനോട്ടോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ടുണ്ടെന്ന്. അത് പൂട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു ശുദ്ധജലം പൈപ്പിൽ കൂടെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങിയാൽ സാബു സാറ് വിഷമിക്കുകയുള്ളൂ, പറഞ്ഞാൽ തീരെയല്ല. എന്റെ ഓരോരുത്തർക്കും ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അറ്റത്ത് പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. അങ്ങനെ നമുക്ക് പറയാനേ കാണുകയുള്ളൂ. കാരണം നമുക്കിപ്പം കറക്റ്റായിട്ടൊരു ഗവേണിംഗ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഏത് ഭാഗം നോക്കിയാലും ആർജവമുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് പുണ്യെന്ന് വിചാരിക്കുക എന്നുള്ളതേ എനിക്ക് തോന്നുന്നുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ഓണത്തിലേക്കുള്ള ഒരുക്കങ്ങളാക്കാം അല്ലേ? ഒരു ഓണപ്പൂക്കളം കാണിച്ചു തരാം. ഓണം പടത്തിലേ ഉള്ളൂ. ഒരു സെക്കൻഡ് ആണോ? കാണാം. അടിപൊളി. ഹായ് പറയടാ. എന്റെ മോളാണേ. ഓ, ഞാൻ അഡ്വാൻസ് ആയിട്ട് ഓണം ഇട്ടതാ. അത് ശരി. ഹാപ്പി ഓണം മോളെ, അഡ്വാൻസ് ആയിട്ട്. ഇക്കൊല്ലം കണ്ട ഒരു ഗുണം എന്നാന്നറിയാവോ? കുറെ പൂ ഈ നാട്ടിൽ ആളുകൾ കൃഷി ചെയ്തു എന്നുള്ളതാണ്. അതെ അതെ അതെ. മുഴുവൻ പാണ്ടിയെന്നല്ല, ഇവിടെ ധാരാളം പേരിട്ടാണ് കൃഷി ചെയ്തിട്ടുണ്ട്. ചെണ്ടുമല്ലിയല്ല. അതെ അതെ, നാട്ടില് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ചില മാറ്റങ്ങളുണ്ട്. അത് പല ഘട്ടങ്ങൾ ആളുകൾ പറഞ്ഞായിരിക്കും അങ്ങനെ വന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു മുഴുവൻ പൂവും വന്നോണ്ടത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കാണും അല്ലേ? ഈ പടിഞ്ഞാറക്കരയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കേട്ടോ കൊല്ലം. ഈ ചേർത്തല ഭാഗത്തൊക്കെ ധാരാളം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഹാപ്പി ഓണം. നാളെ നമുക്ക് ഓണപ്പാട്ടുകളുമായിട്ട് വൈകുന്നേരം കാണാം. സമയമുള്ളവരൊക്കെ വരിക, ഒരു പാട്ടെങ്കിലും പാടാൻ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസവും നേരുന്നു. നമുക്ക് അടുത്ത ദിവസം മനോജ് സാർ നാട്ടിൽ തന്നെയാണോ? പിന്നെ വിദേശ യാത്രയില്ലേ ഇനി? സാറേ, ഞാൻ ഇപ്പൊ ഒരു 3 ദിവസമേ ഞാൻ വന്നിട്ട് മസ്കറ്റിൽ നിന്ന്. ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെളിയിലാണെങ്കിലും വരാറുണ്ട് ഇവിടെ. ഒരു 2 മാസം കൂടി ഇരിക്കുമ്പോൾ വരും. നാട്ടിൽ ജീവിക്കാനാണ് ശരിക്കും പറയാൻ ഇഷ്ടം. പക്ഷെ തൊഴിലുമായിട്ടുള്ള ഈ യാത്രകൾ ഇനിയിപ്പം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ 30-ാം തീയതി വരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തിരിച്ചും വീണ്ടും ജോലി സംബന്ധമായ കാര്യങ്ങൾ, യാത്രകളൊക്കെ ഉണ്ടാവും. അപ്പൊ സാബു സാർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള കുറച്ച് അവയർനെസ്സിനെ കാര്യം. അപ്പൊ സാറിനെ കാണാൻ വേണ്ടി തന്നെ ഞാൻ ഒരു ദിവസം സാബു സാറിനെ കാണാൻ വേണ്ടി തന്നെ പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെ ആയിക്കോട്ടെ, ഞാൻ വരുന്ന സമയത്ത് സാറിനെ അറിയിക്കാം. നമുക്ക് ആരൊക്കെ തമ്മിൽ കണ്ടുകൂട്ടാനുള്ള ഒരു അവസരം കൂടാണല്ലോ സാർ. അപ്പൊ അതൊക്കെ നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. സാബു സാറിനെ അറിയിക്കാം വിവരങ്ങളൊക്കെ. നമുക്ക് കണ്ടിട്ട് നമ്മുടെ ഭാഗത്തുള്ള ചെറിയ സാർ ഒരു കാര്യം, സാറ് ക്ലോസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രോസസ് ക്ലോസ് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ കൺവേർഷൻ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ ഫ്രണ്ടിൽ വരും. അത് കൺവേർട്ട് ചെയ്തോട്ടെ. കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെന്റിലേക്ക് അങ്ങോട്ട് സേവ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ശരി സാർ. ഞാനപ്പോ ഇവിടെ പോസ് ചെയ്യണോ? അതായത് പോസ് ബട്ടൺ കാണും. പോസ് അല്ല, ക്ലോസ് എന്നുള്ള ബട്ടൺ. ഞാനിത് എൻഡ് ചെയ്യുമ്പോൾ തന്നെ എൻഡ് ആയിക്കോളൂ സാർ. ഞാനിവിടെ എൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് എൻഡ് ആകും. സാറിന്റെ സ്ക്രീനിൽ കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ വരും. ആ വിൻഡോ കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും സാറിന്റെ സിസ്റ്റത്തിലേക്ക് അത് കൺവേർട്ട് ആകും. ചിലപ്പോൾ അതൊരു കൊറി ചോദിക്കും എവിടെ ചെയ്യണോ. അത് ഓക്കെ അങ്ങ് അടിച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെന്റ്സിൽ സേവ് ആയിക്കോളും. ഞാൻ വിളിച്ചോളാം. മനസ്സിലായി. ഇത്രയും ഫയലുള്ള കാരണം കുറച്ച് സമയം എടുക്കുമായിരിക്കും സാർ. മനസ്സിലായി എനിക്ക് സാർ. അപ്പൊ സാറ് ക്ലോസ് ചെയ്ത് കേട്ടോ അവിടെ. 10 മിനിറ്റ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഓക്കെ. സീ യു. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. റൈറ്റ്.